എന്തായാലും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. ഒരുപാട് സന്തോഷം നിങ്ങളോടൊപ്പം കുറച്ചു നേരം ആയിരിക്കുന്നതിൽ. ഈ മൈൻഡ് മാജിക് എന്ന് പറയുന്ന ഈ ഒരു NLP പ്രോഗ്രാം നയിക്കുന്നത് 3 പേര് ചേർന്നാണ്. മൈസെൽഫ്, എൻ്റെ പേര് തെരേസ് തോമസ്. ഞാനൊരു NLP ഗ്രാൻഡ് മാസ്റ്റർ ട്രെയിനറാണ്, ഒരു ഓഥറാണ്, ഒരു കൗൺസിലറാണ്. രണ്ടാമത്തെ ആള് ഇവിടെ ഭൂരിഭാഗം പേർക്കും സുപരിചിതനായ ഫാദർ ജോജോ ജോസഫ്. അച്ഛൻ ഒരു കപ്പച്ചൻ വൈദികനാണ്, ഒരു സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ്, NLP ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ ഷോണിറ്റ് അഗസ്റ്റിൻ. ഷോണിറ്റ് സാർ ഒരു യാത്രയിലാണ്, അതുകൊണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. ഇന്നത്തെ ദിവസം സാർ നമ്മളോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇന്ന് നമ്മളൊരു എന്താണ് മൈൻഡ് മാജിക്, എന്താണ് NLP, എന്തിനാണ് ഓൺലൈൻ NLP ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇന്ന് സംഘടിപ്പിച്ചത്. സോ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ എന്താണ് ഓൺലൈൻ NLP കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഈ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 കൂടെ നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ചോദിക്കാനില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ ഷോണിറ്റ് അഗസ്റ്റിൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ മൂന്നാമത്തെ ആള്. സാർ യാത്രയാണ്, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് NLP കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ഒരു PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ്. കാണാൻ സാധിക്കുന്നുണ്ടോ? കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം ഇതാണ് മൈൻഡ് മാജിക് ഓൺലൈൻ NLP എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ NLP 4 ലെവൽസ് ആയിട്ടാണ് നടത്തപ്പെടുന്നത്. ഒന്നാമത്തെ ലെവൽ വേക്ക്, രണ്ടാമത്തെ ലെവൽ റൈസ്, മൂന്നാമത്തെ ലെവൽ ഫ്ലൈ, നാലാമത്തെ ലെവൽ പ്രോസ്പർ. മലയാളത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ വിളിക്കുന്നു, വിളിച്ചുണർത്തുന്നു, അതിനുശേഷം നമ്മൾ പറക്കാനായിട്ട് വേണ്ടത് കൊടുക്കുന്നു, പറന്നതിന് ശേഷം നമ്മൾ പറന്ന് എല്ലായിടത്തേക്കും പ്രോസ്പർ ചെയ്യാനായിട്ടുള്ള അവസരവും ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് ഓൺലൈൻ NLPയിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ഞങ്ങൾ 3 പേരും NLP ചെയ്തത് ആത്മമിത്ര എന്ന് പറയുന്ന കാലടിയിൽ പെരിയാറിന്റെ തീരത്തുള്ള ആശ്രമത്തിൽ വെച്ചാണ്. ഞങ്ങളുടെ 3 പേരുടെയും ഗുരു ഫാദർ ടോബി ജോസഫ് SJ ആണ്. NLP ഏറ്റവും കുറഞ്ഞ ചെലവിൽ സൗത്ത് ഏഷ്യയിൽ കൊടുക്കപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആത്മമിത്രയാണ്. അവിടെ ഞങ്ങൾ 3 പേരും ഒരേ ബാച്ചിൽ പഠിച്ചിറങ്ങിയതാണ്. ഞാൻ അവിടുത്തെ സ്റ്റാഫ് ആയിരുന്നു, ടോബി അച്ഛന് കോ ട്രെയിനർ ആയിരുന്നു. ഷോട്ടേട്ടനും ജോജോച്ചനും 2 പേരും ചേർന്ന് 10ഓളം NLPs ഓഫ്ലൈനായിട്ട് നടത്തി. ഞാനും ഓഫ്ലൈനായിട്ടുള്ള NLPs നടത്തി വരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഓൺലൈൻ NLPs നടത്തി വരുന്നു. ഓക്കെ, ഞങ്ങൾ ചെയ്യുന്നത് ഓഫ്ലൈൻ NLPയിൽ ബേസിക്, അഡ്വാൻസ്, മാസ്റ്റേഴ്സ്, ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ 4 ലെവലുകളുണ്ട്. അതിൽ നിന്ന് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ എക്സസൈസുകളും ഞങ്ങൾ ഓൺലൈൻ NLPയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേക്ക്, റൈസ്, ഫ്ലൈ, പ്രോസ്പർ എന്ന് പറയുന്ന 4 ലെവൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ 1 കൂടാത്ത ഒരു വ്യക്തിക്ക് ലെവൽ 2 കൂടാം, ലെവൽ 2 കൂടാത്ത ഒരു വ്യക്തിക്ക് ലെവൽ 3 കൂടാം, ഇടയ്ക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കൂടാം. അത് എല്ലാവരിലേക്കും എത്തണം, എല്ലാവർക്കും വരുമ്പോൾ ഒരു ഹോം ഫീലിംഗ് തോന്നണം എന്ന് കരുതിയാണ് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെവൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് സംശയം തോന്നുവാണെങ്കിൽ ചോദിക്കാൻ വേണ്ടിക്കും. ഓക്കെ, ഇതാണ് ഞങ്ങൾ ഓൺലൈൻ NLP മൈൻഡ് മാജിക്കിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. എ ട്രാൻസ്ഫോർമേഷൻ എക്സ്പീരിയൻസ് അൺലൈക്ക് എനി അതർ. ഹീൽ യുവർ പാസ്റ്റ്, എലവേറ്റ് യുവർ പ്രസന്റ്, ട്രാൻസ്ഫോം യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ തന്നെ ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുള്ള, നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളും കണ്ടന്റ് ഫ്രീ ആയിട്ട്, ഒരിക്കലും നിങ്ങൾ എന്താണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്ന് പറയാതെ തന്നെ അതിനെ ഹീൽ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രസന്റിനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ മറ്റൊരു രീതിയിൽ, നിങ്ങൾ ഇപ്പോൾ മുറിവുകളോട് കൂടി ആയിരിക്കുന്ന നിങ്ങൾ കാണുന്ന ഫ്യൂച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്രൈറ്റൻ ആയിട്ടുള്ള, ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് സമ്മാനിക്കുക. ഇത് 3മാണ്
മൈൻഡ് മാജിക്കിൽ കൂടെ ഞങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വേക്കാണ് NLPയുടെ ആദ്യത്തെ ലെവൽ. അതിൽ കൊടുക്കുന്ന അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് ആൻഡ് ബൂസ്റ്റിംഗ് ആണ്. ഇതൊക്കെയാണ് വേക്ക് പ്രധാനമായും കൊടുക്കുന്നത്. നോൺ വെർബൽ ക്യൂസ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഒരാളിലേക്ക് എത്തുന്നുള്ളൂ. അല്ലാതെ ഉള്ള മറ്റ് എക്സ്പ്രഷൻസ്, നമ്മുടെ കൈകാൽ ചലനങ്ങൾ, ഇതൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് അത് മറ്റൊരാളുടെ കണ്ടെത്തേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇതിനെ സഹായിക്കണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നോൺ വെർബൽ ക്യൂസ്. നമ്മുടെ തന്നെ ഒരു ജീവചരിത്രം എഴുതുന്നത് പോലെ നമ്മൾ എഴുതുന്ന ലൈഫ് ഹിസ്റ്ററി ലോഗ്. ആങ്കറിങ്, സെൽഫ് ആങ്കറിങ്, നമ്മുടെ തന്നെ നെഗറ്റീവ്സിനെ നമുക്ക് മായ്ച്ചു കളയാനായിട്ട്, അവിടെ ഒരു കൈത്താങ് പോലെ നിൽക്കാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ആങ്കറിങ്, സെൽഫ് ആങ്കറിങ്. സബ്മോഡാലിറ്റീസ് എന്ന് പറയുന്ന NLPയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തിയറിയാണ്. അതിന്റെ തിയറി, അതോടൊപ്പം തന്നെ അതിന്റെ ഹീലിംഗും ബൂസ്റ്റിങ്ങും. എക്സ്പ്ലോഡിങ് ബാഡ് മെമ്മറീസ് എന്ന് പറയുന്ന ഒരു ഹീലിംഗ് തെറാപ്പി. സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഹീലിംഗ് തെറാപ്പി. ലൈ ഡിറ്റക്ഷൻ, നുണപരിശോധന. അതുപോലെ NLPയിലെ പ്രധാനപ്പെട്ട പ്രീസപ്പോസിഷൻസ്. ഒടുവിലുള്ള സ്വീറ്റ് റിവെഞ്ച്, മധുരപ്രതികാരം. കഴിയുന്നതും മധുരപ്രതികാരത്തോടു കൂടിയാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഞാൻ പ്രതികാരം എന്നല്ല പറഞ്ഞത്. റിവെഞ്ച് എന്ന വാക്ക് കേൾക്കുമ്പോൾ അതൊരു മനുഷ്യർക്ക് ചേരാത്തതാണല്ലോ എന്ന് കരുതരുത്. ഞാൻ പറഞ്ഞ പ്രതികാരത്തെ കുറിച്ചല്ല, മധുരപ്രതികാരത്തെ കുറിച്ചാണ്. ഇപ്പം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുവാണ്. റൈസ് ആണ് നമ്മൾ നാളെ തൊട്ട് തുടങ്ങാൻ പോകുന്നത്. റൈസിന്റെ ഉദ്ദേശം ഫോർ എ ഡീപ് ക്ലീനിങ് ആൻഡ് ഒപ്റ്റിമൽ വെൽബീങ്. നമ്മൾ കുറെയൊക്കെ വെഹിക്കിൾ കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ഡീപ്പ് ക്ലീനിങ്ങും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ ഒരു വെൽബീങ്ങുമാണ് റൈസിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അൺലോക്ക് ദ പവർ ഓഫ് യുവർ മൈൻഡ്, ട്രാൻസ്ഫോം യുവർ ലൈഫ്. ഓക്കെ, നൗ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ആർ യു റെഡി ടു ഹീൽ, ഗ്രോ ആൻഡ് റൈസ്? റൈസ് 25 is more than just an NLP course. ഞങ്ങൾക്ക് 3 പേർക്കും NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ ജീവിത സാക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ കുറെ തിയറികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതൊരു അനുഭവം. ഓക്കെ, ഒരു PPT മാറിയിട്ട് വെച്ചാ മാറിയിട്ടില്ല കേട്ടോ. ഒന്നും കൂടെ ഷെയർ ചെയ്ത് നോക്കാം. ഈ ഗ്രൂപ്പിൽ നിന്ന് പുതിയൊരു ലിങ്ക് ഇട്ടുണ്ട്, ആ ഗ്രൂപ്പിൽ കയറാമോ? ഞങ്ങൾ വീണ്ടും കയറണോ? സോറി, ഞാൻ ആദ്യം ഇട്ടിരുന്ന ലിങ്കിൽ കുറച്ച് പേര് കയറുന്നുണ്ട്, അവരോട് പറയുന്നതാണേ, സോറി. അപ്പൊ ഇവിടുന്ന് കുറെ പേര് ലീവ് ചെയ്തിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. സ്ലൈഡ് മാറുന്നുണ്ടോ? സ്ലൈഡ് മാറുന്നില്ലല്ലോ. ആദ്യത്തെ സ്ലൈഡ് തന്നെയാണ് മൈൻഡ് മാജിക്. സ്ലൈഡ് മാറുന്നില്ല. ജോർജേട്ടാ, അങ്ങനെയാണെങ്കിൽ ആ ലിങ്ക് ഡിലീറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ പുതിയ ലിങ്കും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ പോരെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവത്തില്ലല്ലോ. കുഴപ്പമില്ല, PPT മാറുന്നില്ലെങ്കിലും പുതിയ ലിങ്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവോ? എനിക്ക് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചിട്ട് പുതിയ ആൾക്കാർ കയറുമ്പോൾ ഒന്ന് ജോയിൻ ചെയ്താ, അഡ്മിറ്റ് ചെയ്താ. ഇപ്പൊ മാറുന്നുണ്ടോ? ഇപ്പൊ മാറി. ഓക്കെ ഓക്കെ, ഒന്നുകൂടെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇത് ചെയ്യുവാണ്. ഹീൽ യുവർ പാസ്റ്റ്, എലിവേറ്റ് യുവർ പ്രസന്റ്, ട്രാൻസ്ഫോം യുവർ ഫ്യൂച്ചർ. ഇതൊക്കെയാണ് വേക്കിലെ കാര്യങ്ങൾ. റൈസ് NLP ഫോർ ഡീപ് ക്ലീനിങ് ആൻഡ് ഒപ്റ്റിമൽ വെൽബീങ്. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ യു. ആർ യു റെഡി ടു ഹീൽ, ഗ്രോ ആൻഡ് റൈസ് എബോവ്? റൈസ് 25 ഈസ് മോർ ദാൻ ജസ്റ്റ് ആൻ NLP കോഴ്സ്. അതിന്റെ ക്രേസിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ തന്നെ ഒരു ജീവിത സാക്ഷ്യമാണ് നമ്മൾ ഇതിൽ കൂടെ കൊടുക്കുന്നത്. എങ്ങനെയാണ് NLP ഞങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തത്, അതുപോലെ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇറ്റ്സ് എ ഇമെൻസ് ജേർണി ഇൻ ടു ഡീപ് ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്.
ഇതിന്റെ ഒരു കീ ബെനിഫിറ്റ് എന്ന് പറയുന്നത് യു ക്യാൻ റീവയർ യുവർ സബ് കോൺഷ്യസ്. നിങ്ങളുടെ സബ് കോൺഷ്യസിനെ നിങ്ങൾക്ക് ഒന്നും കൂടെ റീവയർ ചെയ്തെടുക്കാം. ബ്രേക്ക് ഫ്രീ ഫ്രം പാസ്റ്റ് ലിമിറ്റേഷൻസ്. നിങ്ങളുടെ ഭൂതകാലത്ത് ഉണ്ടായിട്ടുള്ള പലവിധ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്പോഴും പ്രസന്റിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ലിമിറ്റിംഗ് ബിലീവ്സിൽ നിന്ന് പുറത്തു കടക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ആൻഡ് ദ മാസ്റ്റർ പവർഫുൾ ടെക്നിക്സ് ഫോർ സെൽഫ് ഹീലിംഗ് ആൻഡ് എംപവർമെന്റ്. നിങ്ങളുടെ തന്നെ ഹീലിംഗിനും എംപവർമെന്റിനും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുമായി സഹായിക്കുന്ന പലതരത്തിലുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഈ 10 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മൾ ലെവൽ 2 പ്രൈസിൽ നമ്മൾ കൊടുക്കുന്ന സെക്ഷൻസ്. ആദ്യത്തേത് മോഡലിംഗ്. ലേൺ ദ സീക്രട്സ് ഓഫ് സക്സസ് ആൻഡ് റെപ്ലിക്കേറ്റ് എക്സലൻസ്. മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ മോഡൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. റൈറ്റ് ബ്രെയിൻ ആക്ടിവിറ്റേഷൻ അൺലോക്ക് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻറ്റ്യൂഷൻ. നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗമുണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള എക്സസൈസുകളാണ് റൈറ്റ് ബ്രെയിൻ ആക്ടിവേഷൻ. പ്രത്യേകിച്ചും ടീച്ചേഴ്സ്, അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് ഇടപെടുന്നവര്, ഇവർക്കൊക്കെയും വളരെ ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനാണ് റൈറ്റ് ബ്രെയിൻ ആക്ടിവേഷൻ. ബ്രെയിൻ ജിമ്മും ഇതിനകത്ത് ഉൾപ്പെടുന്നതായിരുന്നു. മൂന്നാമത്തേതാണ് ഡിസോൾവിംഗ് ബാഡ് മെമ്മറീസ്. റിലീസ് പാസ്റ്റ് ട്രോമ എഫോർട്ട്ലെസ്ലി. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേരത്തെ ഭൂതകാലത്ത് ഉണ്ടായിട്ടുള്ള നമ്മളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഓർമ്മ, അതിനെ കംപ്ലീറ്റ് ആയിട്ടും തുടച്ചു നീക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡിസോൾവിംഗ് ബാഡ് മെമ്മറീസ്. അടുത്തത് ബ്രേക്ക് ത്രൂ ടെക്നിക്സ് BTS ടു ഓവർകം മെന്റൽ റോഡ് ബ്ലോക്സ്. നമുക്ക് എല്ലാവർക്കും ചില കാര്യങ്ങൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലേ എന്നുള്ള ഒരു അനാവശ്യമായ ഒരു ബ്ലോക്കേജ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നതാണ് BTS അഥവാ ബ്രേക്ക് ത്രൂ ടെക്നിക്സ് എന്ന് പറയുന്നത്. മൂഡ് സൈക്കിൾ കൺട്രോൾ, മാസ്റ്റർ ഇമോഷണൽ റെസിലിയൻസ്. ഇത് പ്രധാനമായും പെൺകുട്ടികൾക്കുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും പുരുഷന്മാരും ഇത് കേൾക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നത്? ഇന്ന് കാണുന്ന സ്ത്രീ അല്ല നാളെ നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഒരു ദിവസം സന്തോഷവും പിറ്റേ ദിവസം ദേഷ്യവും അതിന്റെ പിറ്റേന്ന് വല്ലാത്ത സന്തോഷവും ഒക്കെ തോന്നുന്നത്? നമ്മൾ പലതും തിരിച്ചറിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർക്ക് പറ്റിക്കാൻ കഴിയില്ല. അതാണ് മൂഡ് സൈക്കിൾ കൺട്രോളിൽ പറഞ്ഞു വെക്കുന്നത്. വിഷ്വൽ സ്ക്വാഷ്, റിസോൾവ് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് വിത്ത് ഈസ്. നമ്മുടെ ഉള്ളിൽ പല കാര്യത്തിനും ഇത് വേണോ ഒരേ കാര്യമായിരിക്കും. എനിക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് എൻ്റെ ബോഡി ബിൽഡപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് റെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇതിന്റെ തമ്മിൽ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് സമാധാനം കിട്ടണം. എനിക്ക് സ്മോക്ക് ചെയ്യുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. ഞാൻ എങ്ങനെ സ്മോക്കിംഗ് നിർത്തും? ഏതാണ് ഞാൻ സെലക്ട് ചെയ്തത്? ഇങ്ങനെയുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് വിഷ്വൽ സ്ക്വാഷ് എന്ന് പറയുന്നത്. അടുത്തത് സ്പഞ്ച് ഡോൾ. അബ്സോർബ് പോസിറ്റീവ് എനർജി, ലെറ്റ് ഗോ ഓഫ് നെഗറ്റിവിറ്റി. ഒരു ഡോള് പോലെ തന്നെ നമ്മുടെ നെഗറ്റിവിറ്റി നമ്മൾ സ്ക്വീസ് ചെയ്ത് പുറത്ത് കളയുകയും പോസിറ്റീവ് എനർജി നമ്മിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസ് ആണ് സ്പഞ്ച് ഡോൾ എന്ന് പറയുന്നത്. സ്വിഷ് പാറ്റേൺ, റീപ്രോഗ്രാം ലിമിറ്റിംഗ് പാറ്റേൺസ് ഫോർ സക്സസ്. സ്വിഷിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ എവിടേക്കോ നമുക്കുള്ള ഒരു ലിമിറ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന പാറ്റേൺസിനെ നമ്മൾ ഒന്ന് റീപ്രോഗ്രാം ചെയ്യുകയാണ്. നമ്മൾ വൈറസ് ഒക്കെ കയറി കഴിഞ്ഞാൽ റീപ്രോഗ്രാം ചെയ്യുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ എവിടേക്ക് കുറച്ചും കൂടെ ഒരു ഹെൽപ്പ് വേണം, കുറച്ചും കൂടെ ഒരു പുഷ് വേണം എന്നുള്ളതിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് അതിനെ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കി എടുക്കുകയാണ്. സക്സസിലേക്ക് നമ്മൾ ഒരു പടിയും കൂടെ അടുക്കുകയാണ്. പ്രോഗ്രസീവ് ഡിസോസിയേഷൻ, സ്റ്റെപ്പ് ഔട്ട് ഓഫ് ഇമോഷണൽ പെയിൻ. ചില കാര്യങ്ങൾ എന്തുകൊണ്ട് എന്ന് കൂടെ നമുക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് പ്രോഗ്രസീവ് ഡിസോസിയേഷൻ. അടുത്തതാണ് പേരന്റൽ ടൈം ലൈൻ ഹീലിംഗ്. നമ്മളുടെ പല ബുദ്ധിമുട്ടുകളും നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഉണ്ടായതാണ്. അതിനെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ജനറേഷൻസിനെ നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ് പേരന്റൽ ടൈം ലൈൻ ഹീലിംഗ്.
ഇതൊക്കെയാണ് റൈസിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്ന എക്സസൈസുകൾ. ഇതിനു പുറമെ നിങ്ങൾക്ക് പല ദിവസങ്ങളിലും സാധിക്കുന്ന പോലെയുള്ള മെഡിറ്റേഷൻസ്, മറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതാണ് ഫ്ലൈ. മൂന്നാമത്തെ ലെവലിന്റെ പ്രോഗ്രാംസ് ഇതൊക്കെയാണ്. ബക്കറ്റ് ലിസ്റ്റ്, റീഫ്രെയിമിംഗ്, വീൽ ഓഫ് ലൈഫ്. ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ അസച്ച് നമുക്കറിയാവുന്ന ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ എങ്ങനെയാണ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. റീഫ്രെയിമിംഗ് അസച്ച് ഒരു ക്ലാസിക്കൽ എക്സസൈസ് ആണ്. 6 സ്റ്റെപ്സ് ഉണ്ട്. അത് വെച്ച് നമ്മുടെ മൈഗ്രെയിൻ മുതൽ നഖങ്കടി വരെയുള്ള നമ്മുടെ ദുശീലങ്ങൾ മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീൽ ഓഫ് ലൈഫ് ഒരു എക്സസൈസ് നമ്മുടെ ലൈഫ് എവിടെയാണ് നിൽക്കുന്നതെന്നും നമ്മുടെ ലൈഫ് സുഖമായിട്ട് എന്തെങ്കിലും ഡൗട്ടാണോ? ഡൗട്ട് അല്ലെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യൂ. ലൈഫ് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ വീൽ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു എക്സസൈസ് ആണ് വീൽ ഓഫ് ലൈഫ്. സെൽഫ് കമ്പാഷൻ അസച്ച് ആ വാക്ക് ഉള്ളതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളോട് തന്നെയുള്ള ആ ഒരു കമ്പാഷൻ വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. മൂവി എന്നിട്ടേക്കുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു മൂവി നിങ്ങൾ കാണുകയും അതിന്റെ അനലൈസ് വളരെ മനോഹരമായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ഇൻസ്പയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന ഒന്നാണ്. വെൽ ഓഫ് നെഗറ്റീവ്സ് ഒരു ഹീലിംഗ് എക്സസൈസ് ആണ്. ഫ്യൂച്ചർ ടൈം ലൈൻ നമ്മുടെ പേരന്റ് ടൈമിന്റെ മറ്റൊരു വേർഷനാണ്. സർക്കിൾ ഓഫ് എക്സലൻസ് ഒരു പോസിറ്റീവ് എക്സസൈസ് ആണ്. വളരെ പോസിറ്റീവ് എക്സസൈസ് ആണ്. ട്രാൻസ്ഫോമിംഗ് ദ ഇന്നർ ക്രിട്ടിക് നിങ്ങളുടെ ഒരു ട്രോമയെ ഹീൽ ചെയ്യാൻ വേണ്ടി ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ആണ്. ആൻഡ് ബിൽഡ് യുവർ പാരഡൈസ് ഇറ്റ് ഈസ് ഓൾസോ അനദർ പോസിറ്റീവ് എക്സസൈസ് വിച്ച് വിൽ ലീഡ് യു ടു എ പാരഡൈസ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ലെവലിന്റെ ഒരു സിലബസ്. നാലാമത്തെ ലെവൽ പ്രോസ്പെർ ഇറ്റ് ഈസ് ഫോർ ഹോളിസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് വെൽനെസ്. അതിൽ ആദ്യത്തെ ഡെഡ് സീ തെറാപ്പി ആണ്. അസച്ച് ഇത് ഇത്രയും ഞാൻ വായിച്ചു പോവാണ്, ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല സമയക്കുറവ് നിമിത്തം. പർപ്പസ്ഫുൾനെസ്, ക്വിക്ക് ആൻഡ് ബീജി, സ്പിന്നിങ് ടെക്നിക്, ക്വാണ്ടം ഹീലിംഗ്, ഐ ലവ് യു എക്സസൈസ്, ക്യാഷ് രജിസ്റ്റർ എക്സസൈസ്, മെറ്റാ മോഡൽ, സോപ്പ് ബബിൾ ആൻഡ് വിസ്ഡം വിൻഡോ, പോസിറ്റീവ് വിഷ്വലൈസേഷൻ. ഇത് എല്ലാം കുറച്ചും കൂടെ ഒരു നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനും നിങ്ങൾക്കൊരു വെൽനെസ്സും തരുന്ന രീതിയിൽ ഉള്ളതാണ് പ്രോസ്പറിന്റെ എക്സസൈസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആണ് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഈ ഒരു ചോദ്യം, ആർ യു റെഡി ടു എംബാർക്ക് ഓൺ ദിസ് ജേർണി? ഈ ഒരു ഏതൊരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരു യാത്ര പുറപ്പെടുകയാണ്, നമ്മുടെ തന്നെ ഹീലിംഗിന്റെ ഒരു യാത്ര. ആ യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് അതിന് തയ്യാറാണെങ്കിൽ റൈസ് 25 നിങ്ങൾക്ക് നല്ല ഒരു അവസരമാണ് നൽകുന്നത്. നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുവാനും നിങ്ങളെ തന്നെ ഒന്നും കൂടെ മനസ്സിലാക്കുവാനും അറിയുവാനും ഉള്ള ഒരു അവസരമാണ് റൈസ് 25 എന്ന് പറയുന്നത്. നാളെ 5 ഏപ്രിൽ 2025 തൊട്ട് 14 ഏപ്രിൽ 2025 കൂടി അവസാനിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന 10 ദിവസത്തെ കോഴ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ 3 നമ്പർ ഏതിൽ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. റൈസിലേക്കോ അടുത്ത ഏതിലേക്കോ ആണെങ്കിലും ഈ 3 എണ്ണത്തിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങൾ 3 പേരും ഗ്രൂപ്പിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പർ എഴുതിയെടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ എം കൺക്ലൂഡിങ്. താങ്ക് യു. വെരി ഗുഡ് തെരേസ്, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് തന്നെ സാധനം പ്രസന്റ് ചെയ്തു. ആരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആകരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കേൾക്കാമോ? അടുത്തത് NLP കുറിച്ച് എന്താണെന്നും കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടും നമുക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഷോണിറ്റ് അഗസ്റ്റിൻ ആണ്. ഷോണിറ്റ്, ഹാർട്ടി വെൽക്കം. നമ്മുടെ ടീമിന്റെ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ ഉള്ള ആളാണ്. ഞങ്ങൾ പരിചയപ്പെടുത്താം. ഓവർ ടു യു. ഓക്കെ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും നല്ലൊരു സായന്താനം ആശംസിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്നെ ഒരുപക്ഷെ ഒരു ഗോസ്റ്റ് ലൈറ്റിങ്ങിലായിരിക്കും, പ്രേതത്തെ പോലെ ആയിരിക്കും ഒരുപക്ഷെ കാണാൻ പറ്റുന്നത്. കാരണം ഞാൻ
കാറിൽ സ്പോട്ട് ലൈറ്റിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു യാത്രയുടെ ഇടയിലാണ്. ഞാൻ ഓഡിയബിൾ ആണെന്ന് കരുതുന്നു. ജോജാച്ച, എന്നെ കേൾക്കാമോ? ഓക്കെ, താങ്ക് യു. ഷോ 56 പേരോളം ആദ്യം കണ്ടിരുന്നു. കുറച്ച് പേരൊക്കെ തിരക്കിനിടയിൽ വിട്ടുപോയി. 48 പേരുണ്ട്. എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ എന്താണ് NLP എന്ന് യാതൊരു ധാരണയുമില്ലാതെ NLPയെ കുറിച്ച് അറിയാൻ വന്നെത്തിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. കുറെ നാളുകളായിട്ട് NLP എന്ന് കേൾക്കുകയും എന്നാൽ അതെന്താണെന്ന് അറിയാൻ എത്തിച്ചേർന്നിട്ടുള്ളവരുണ്ടാവും. പിന്നെ സ്നേഹം ഉള്ള ആൾക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് കൂടി നോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താണെന്ന് അറിയാൻ അങ്ങനെ പല വിധത്തിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. എന്ത് തന്നെയായാലും ഒരു കാര്യം എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും, ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ നഷ്ടമായിരിക്കുകയില്ല എന്നുള്ളത് അഷ്വർ ചെയ്യാൻ പറ്റും. അത് മറ്റേതെങ്കിലും ഒരു പ്രോഗ്രാമുകളിൽ ഒരു മാർക്കറ്റിംഗ് രീതിയിൽ പറയുന്ന രീതിയിലൊന്നും പ്രസന്റ് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷെ വളരെ ശുദ്ധമായ മലയാളത്തിൽ തന്നെ ഞാൻ പറയാണ്, ഇതൊരു നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ തെരേസ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തെ അപ്സൈഡ് ഡൗൺ മാറ്റാൻ കാരണമായ ഒരു പവർഫുൾ ടൂളാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഞാൻ എന്താണെന്ന് അതൊന്ന് വളരെ ബ്രീഫായിട്ട്, NLP ഒരു കടൽ പോലെ വിശാലമായ ഒരു വിഷയം, അത് വളരെ ചുരുക്കത്തിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും സംശയങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. ഫീൽ അറ്റ് ഹോം. ഒരു വളരെ ഒട്ടും ഫോർമാലിറ്റി ഇല്ലാതെ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഇതിനെ കാണുക. ഓഫ് കോഴ്സ് ആരെയും നമുക്ക് പരസ്പരം പരിചയമില്ലാത്തതുകൊണ്ട് ആരും വീഡിയോ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഞാനും ജോജച്ചനും തെരേസും മാത്രമേ വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കുന്നുണ്ടാവുള്ളൂ. വീഡിയോ ഓൺ ചെയ്യാൻ സ്വാതന്ത്ര്യം തോന്നുന്നവർക്ക് ഓൺ ചെയ്യാം. പക്ഷെ ഒരു അപരിചിതമായ ഗ്രൂപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ പേരുകൾ മാത്രമൊക്കെ കാണുമ്പോൾ ആൾക്കാരതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കാണുന്ന ഇങ്ങനെ കുറെ പേരുകളാണ്, ടോംസി, ആഗ്നസ്, മിനി, പിന്നെ കുറച്ച് അക്ഷരങ്ങളും ഫോട്ടോസും ഒക്കെ. ഞാനെപ്പോഴും പറയാറുണ്ട്, എനിക്ക് മുഖങ്ങൾ കാണുമ്പോഴാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മൈൻഡ് ഓപ്പൺ ആവാറുള്ളത്. പക്ഷെ എങ്കിലും ഞാൻ സ്ക്രീനിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഈവനിങ് വിഷ് ചെയ്യുന്നു. മനസ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഒരുപാട് നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മനസ്സിലായോ എന്നൊരു ചോദ്യം നമ്മൾ ഒത്തിരി പരസ്പരം ചോദിച്ചിട്ടുള്ളതും നമ്മൾ ആ ചോദ്യം ഫേസ് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായോ എന്ന് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിനുള്ളിൽ ആയോ എന്ന്, അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് എത്രമാത്രം ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും എൻ്റെ സെഷനുകളോ അല്ലെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ആൾക്കാരുമായിട്ട് സംസാരിക്കാനിരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ ഒരു തെറാപ്പിക്കൊക്കെ ആൾക്കാരോടൊപ്പം ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുള്ള ഒരു കാര്യം ഇതാണ്: പ്രിയപ്പെട്ട കൂട്ടുകാരി, ഞാനും നീയും ഒരു ശരീരം മാത്രമല്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഓരോ ദിവസവും രാവിലെ ഉണർന്നെണീറ്റ് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്കോ ഓടുന്നതിന് മുൻപ് നമ്മൾ കണ്ണാടിയിൽ നോക്കാറുണ്ടാവും. മുഖം ഒന്ന് കഴുകി കണ്ണാടിയിൽ ഒന്ന് നോക്കി നമ്മൾ തന്നെയല്ലേ, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഒന്ന് നോക്കി തിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ശരീരത്തെയാണ്. എൻ്റെ കണ്ണും മൂക്കും അല്ലെ ചെവിയും ഈ മുട്ടത്തലയും ഒക്കെ. ഒരുപക്ഷെ ഷോണിറ്റ് എന്ന് പറയുമ്പോൾ അറിയാവുന്നവരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു ഇമേജ് മനസ്സിൽ വരും. മുട്ടത്തല ഉള്ള ഈ ഒരു രൂപമാണ് മനസ്സിൽ വരിക. ഈ ഒരു ഇമേജാണ്, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് നിങ്ങളുടെ മനസ്സിൽ വരിക. ഇപ്പൊ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഷോണിറ്റ് എന്ന് പറയുന്ന ഈ രൂപമാണ് നിങ്ങൾ കാണുന്നത്. ബട്ട് ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ ടു യു എവരി വൺ. ഞാൻ എൻ്റെ ഈ ശരീരമല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ശരീരം മാത്രമല്ല. ഏതോ സിനിമയിൽ ഹരിശ്രീ അശോകനോ അല്ലെങ്കിൽ സലീംകുമാറൊക്കെ പറയും ഇത് ഞാനല്ല എന്ന് പറയുന്നത് പോലെ, ഇത് നിങ്ങൾ എന്നെ കാണുമ്പോഴും ഇതല്ല ഞാൻ, ഇത് എൻ്റെ ശരീരം മാത്രമാണ്. എൻ്റെ കുപ്പായത്തിൽ പൊതിഞ്ഞ എൻ്റെ ശരീരം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇതിനേക്കാളൊക്കെ ഏറെ ആയിട്ട് മനുഷ്യനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, മനുഷ്യനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, മനുഷ്യനെ ഡിഫൈൻ ചെയ്യുന്ന മനുഷ്യന്റെ പ്രധാനപ്പെട്ട പാർട്ടുകളിൽ ഒന്നാണ് മനസ്സ്. അപ്പൊ നിങ്ങളെ കാണുമ്പോൾ, ഞാൻ എന്നെ കാണുമ്പോൾ, ഞാൻ ഷോണിറ്റ് എന്ന് പറഞ്ഞ് എന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇതിൽ മിനി അല്ലെങ്കിൽ ജിജോ അല്ലെങ്കിൽ ടോംസി അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കുറിച്ച് വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ശരീരത്തിനപ്പുറത്ത് നിങ്ങൾക്കൊരു മനസ്സുകൂടിയുണ്ട്. തീർച്ചയായിട്ടും അതിനെ മറ്റൊരു എക്സ്റ്റൻഡിലേക്ക് സംസാരിക്കുമ്പോൾ ആത്മാവും. അപ്പൊ പൊതുവെ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയാണ് ഒരു ഡീപ്പർ സ്റ്റഡിയിൽ പറയുക: മനുഷ്യനൊരു ആത്മാവാണ്, അവനൊരു മനസ്സുണ്ട്, അവനൊരു ശരീരത്തിനുള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പെട്ടെന്നൊരു അപകടം വന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പരമാവധി ശ്രമിക്കുന്നു. എന്നിട്ട് ഡോക്ടർമാർ അവസാനം ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പറയുന്നൊരു വാക്ക് അതിങ്ങനെയാണ്: ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷേ
ഹി ഹാസ് ഗോൺ, അവർ പോയി, അല്ലെങ്കിൽ ഹീസ് നോ മോർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ആ ICUവിലെ ബെഡിലേക്ക് നോക്കിയാൽ നമുക്ക് അവരെ അവിടെ തന്നെ കാണാം. അപ്പൊ ഡോക്ടർ എന്ത് പോയി എന്നാണ് പറയുന്നത്? അവർ പോയി എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അവരുടെ ശരീരം എവിടെയും പോയിട്ടില്ല. അവരുടെ ശരീരം അവിടെ തന്നെയുണ്ട്. ഏതാനും ദിവസം കൂടെ അങ്ങനെ തന്നെ തുടരും. ഇനി വേണ്ട രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തെടുത്താൽ, എംബാം ഒക്കെ ചെയ്തെടുത്താൽ ഒരുപാട് നാൾ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാനും പറ്റും ശരീരത്തെ. എന്നാൽ പോയി എന്ന് പറയുന്നത് ജീവനാണ്. ജീവൻ തരുന്നത് ആത്മാവ് എന്ന് പറയുന്ന സ്പിരിച്വൽ ക്വസ്റ്റ്യനെ കുറിച്ചൊക്കെ ശാസ്ത്രം ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് എന്ന് പറയുന്ന സോൾ എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് മനുഷ്യനിൽ ജീവൻ നിലനിർത്തുന്നതെന്നുള്ള സ്റ്റഡീസൊക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല. ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു തലത്തിന്റെയും അല്ലെങ്കിൽ ശരീരം എന്ന് പറയുന്ന നമ്മൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഈ തലത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മാനേജർ റോളിൽ വർത്തിക്കുന്ന മനസ്സ്, മൈൻഡ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഹ്യൂമൻ മൈൻഡ്. സോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ 15 വർഷത്തെ ഈ യാത്രയുടെ എക്സ്പീരിയൻസിൽ മനുഷ്യന്റെ മനസ്സുമായി ചേർന്ന് മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള പഠനങ്ങളും മനുഷ്യരുമായിട്ടുള്ള ഇന്ററാക്ഷനും ഒക്കെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മനുഷ്യന്റെ ശരീരത്തെക്കാൾ ഒരുപാട് ശക്തമായ മനുഷ്യന്റെ ഒരു ഭാഗമാണ് മനസ്സെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴും മനുഷ്യന് അവനവനെ കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അല്ലെങ്കിൽ ബോധ്യവുമില്ലാതെ അറിവുമില്ലാതെ ജീവിച്ചു മരിച്ചു പോകുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് വേറൊന്നുകൊണ്ടുമല്ല. ഈ ശരീരത്തെ മാത്രം നോക്കി, ശരീരത്തിന് വരുന്ന ചില രോഗങ്ങളെ മാത്രമൊക്കെ ഒരുപക്ഷെ നോക്കി, ശരീരത്തിന്റെ ചില ഇഷ്ടാനിഷ്ടങ്ങളെ മാത്രം പോഷിപ്പിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന തിരക്കിനിടയിൽ മനുഷ്യന്റെ വലിയ മഹത്വമുള്ള ഒരു എലമെന്റ് ആയിട്ടുള്ള, ഒരു ഗ്ലോറിയസ് എലമെന്റ് ആയിട്ടുള്ള മൈൻഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഇഗ്നോർ ചെയ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒട്ടും കൺസിഡർ ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ഒരുപാട് കാലം ജീവിച്ച് മരിച്ചു പോകുമ്പോൾ 10, 60, 70, 80 വർഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഞാൻ ആരാണെന്നറിയാതെ ഞാൻ ജീവിച്ചു പോകുന്ന ഒരു സങ്കടകരമായ അവസ്ഥ. ഞാൻ ഇന്നും ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ കാസർഗോഡ് അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ആൾക്കാരോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തുമാത്രം അറിയാം? ഞാൻ ആൾക്കാരോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ ആവശ്യപ്പെടാറുണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? അത് കൂടുതലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആകുമ്പോൾ പിള്ളേർ ഇങ്ങനെ തുടങ്ങും. മൈ സെൽഫ് ഷോണിറ്റ് അഗസ്റ്റിൻ, ഐ ആം കമ്മിങ് ഫ്രം ആലക്കോട്, കണ്ണൂർ, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ MBA, MSc എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ, എന്നിട്ട് ഐ ഹാവ് മൈ ഫാദർ, മൈ മദർ, മൈ വൈഫ്, മൈ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഘോരഘോരം പറയുമ്പോഴും ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും ഒരു ഉപരിപ്ലവമായിട്ട് അങ്ങ് തീർന്നു പോകും. കോറായിട്ട് ഞാൻ ആരാണ് എന്താണെന്ന് പരിചയപ്പെടുത്താൻ ആർക്കും സാധിക്കാറില്ല. ഇപ്പോ നമ്മുടെ ഇടയിൽ കത്തുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വിഷയമാണ് എൻപുരാൻ എന്ന് പറയുന്ന സിനിമ. എൻപുരാനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനിപ്പോൾ ഉണ്ട്. മോഹൻലാലിനെ കുറിച്ചോ പൃഥ്വിരാജിനെ കുറിച്ചോ മുരളി ഗോപിയെ കുറിച്ചോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത്രയും പോലും ഒരുപക്ഷെ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുണ്ടാവില്ല. എമ്പുരാനെ കുറിച്ച് ഒരു 10 സെന്റൻസ് എഴുതാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് എഴുതുന്ന ഞാനും നിങ്ങളും നീ ആരാണെന്ന് ചോദിച്ചാൽ 5 സെന്റൻസ് എഴുതിയിട്ട് ഇങ്ങനെ കിതയ്ക്കും, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കും. അപ്പൊ അവിടെയൊക്കെയാണ് ഒരു സെൽഫ് അവയർനെസിന്റെ പ്രാധാന്യം. ഞാൻ ആരാണ് ശരിക്കും? ഞാൻ പറയുന്നത് എൻ്റെ അഡ്രസ്സും പേരും അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്ത കോഴ്സുകളെ കുറിച്ചൊക്കെ അറിയുന്നതിനെ കുറിച്ചല്ല. അതിലൊക്കെ ഉപരി ഹു ആം ഐ, ഞാൻ ആരാണ് എന്താണെന്ന് സത്യമായിട്ടും തിരിച്ചറിയാനുള്ള ഒരു എഫേർട്ട് ഇടുന്നതിനെ കുറിച്ചാണ്. അവിടെയാണ് മനസ്സെന്ന് പറയുന്ന ഒരു പവർഫുൾ എലമെന്റിനെ നമ്മൾ പലപ്പോഴും മിസ് ഔട്ട് ചെയ്തു പോകുന്നത്. അതിന് കാരണമുണ്ട്. മനസ്സെന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്ന് പോലും ആൾക്കാർക്ക് സംശയമുണ്ട്. അത് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, തൊട്ട് അല്ലെങ്കിൽ മണത്തോ രുചിച്ചോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗവുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് മനസ്സെന്താണെന്നൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. അതൊരു പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1% കൂടെ കൂടുതൽ അറിവ് തരാൻ എങ്കിലും സഹായിച്ചേക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ 1% കൂടുതൽ അവയർനെസ് ജീവിതത്തിൽ 1% കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കും. ആ 1% ഈ റീസെന്റ് നിങ്ങളൊക്കെ ഒരുപാട് മോട്ടിവേഷണൽ ബുക്സ് ഒക്കെ വായിക്കുന്നവരായിരിക്കും. കാരണം അങ്ങനെയുള്ളവരൊക്കെയാണ് പൊതുവെ ഇങ്ങനത്തെയുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ. കാരണം കുറച്ചുകൂടെ എനിക്ക് ഒരു സെൽഫ് ഹെൽപ്പ് ചെയ്യണം, എന്നെ സ്വയം ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെയാണല്ലോ ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുക. അപ്പൊ നിങ്ങൾ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന റീസെന്റ് ആയിട്ട് ഈ അടുത്ത 2-3 വർഷത്തിൽ ഒത്തിരി ഹിറ്റായിട്ടുള്ള ഒരു ബുക്കിലൊക്കെ നിങ്ങൾ കാണും. 1% വീതം ഒരു ദിവസം ഇമ്പ്രൂവ് ചെയ്താൽ 37% ആനുവൽ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതൊരു ട്രമൻഡസ് ചേഞ്ച് ആണ്, ഒരു മനുഷ്യന് ഒരു ട്രമൻഡസ് ചേഞ്ച് ആണ്. അതിനെക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ പറയാം. അതിനു മുമ്പേ ഞാനപ്പോൾ പറഞ്ഞത് 1% കൂടി നിങ്ങൾ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത 10 മിനിറ്റ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സ് നമുക്കുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മനസ്സുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും എവിടെയാണ് മനസ്സ്, എന്താണ് മനസ്സ്, അതിലുപരി മനസ്സ് റിയൽ ആണോ സങ്കല്പമാണോ എന്നൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒന്ന് പറയാമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് മനസ്സ് റിയൽ ആണോ അതോ
ഒരു സങ്കല്പമാണോ എന്നൊന്ന് പറയാമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയും ആവാം. മനസ്സ് ഈസ് ഇറ്റ് റിയൽ ഓർ അതൊരു സങ്കല്പമാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ജീവ റിയൽ എന്ന് പറയുന്നത് റിയൽ എന്ന് ഒരുപാട് ഞാൻ കേൾക്കുന്നുണ്ട്. താങ്ക് യു. വേറെ എന്ത് മറുപടി ഉണ്ടോ? സങ്കല്പമാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? അത് കേട്ടപ്പോ തന്നെ ചില ആൾക്കാരൊക്കെ ലെഫ്റ്റ് ചെയ്തു. എനിവേ, മനസ്സൊരു സങ്കല്പമല്ല. എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, വളരെ പ്രൊഫഷണൽ ഗ്രൂപ്പുകളിൽ പോലും ഈ നാളുകളിൽ സംസാരിക്കാൻ പോകുമ്പോൾ പലരും മനസ്സ് ഒരു സങ്കല്പമാണ് എന്ന് കരുതുന്ന ആൾക്കാരാണ്. പക്ഷെ ലെറ്റ് മീ ടെൽ യു വെരി ക്ലിയർലി, മനസ്സൊരു സങ്കല്പമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്തിനാ അങ്ങനെ പറയുന്നത്? യാഥാർത്ഥ്യമാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം എവിടെയാണ് അങ്ങനെയാണെങ്കിൽ മനസ്സ്? ശരീരത്തിനുള്ളിലാണോ, ശരീരത്തിന് പുറത്താണോ, അതോ പുറത്തും ഉള്ളിലും കൂടെയാണോ? അത് നമുക്ക് എങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അല്ലെങ്കിൽ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഹ്യൂമൻ മൈൻഡ്? എന്താണ് ഹ്യൂമൻ മൈൻഡിനെ ഡിഫൈൻ ചെയ്യുന്നത്, നിശ്ചയിക്കുന്നത്? മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണ്? പറയാൻ സ്വാഗതം എല്ലാവർക്കും. അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. മനുഷ്യ മനസ്സ് ശരീരത്തിനുള്ളിലാണ്, എസ്പെഷ്യലി ബ്രെയിൻ്റെ അകത്താണെന്നൊക്കെ കേൾക്കുന്നു, അറിയില്ല. താങ്ക് യു ഫോർ റെസ്പോണ്ടിങ് ജീവ. ബാക്കിയുള്ളവർക്കും പറയാം. നമ്മുടെ സെഷൻസ് ഈ 10 ദിവസവും വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടായിരിക്കും പോവുക. മേ ബി ഇതൊരു ഇൻട്രോഡക്ടറി സെഷൻ ആയതുകൊണ്ട് അത്രയും നമ്മൾ പോയില്ലെങ്കിലും ആർക്കും പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. എവിടെയാ മനസ്സ്? മനസ്സ് ശരീരത്തിന്റെ അകത്തും പുറത്തും ഉണ്ടെന്ന് അപ്പം പുതിയ പഠനം പറയുന്നു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും കൂടെ പറയാം? ഒരാൾ കൂടെ പറയാം. ജസ്റ്റ് കോൺഷ്യസ്നെസ് ഓഫ് ദ സെൽസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, റെസ്പോണ്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. വളരെ ചുരുക്കി മനസ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് എവിടെയാ മനസ്സുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ചില സമയത്ത്, പ്രത്യേകിച്ച് ലോണിന്റെ EMI ഒക്കെ അടയ്ക്കാറാവുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയുടെ ടൈം ടേബിൾ ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഭാഗങ്ങളിൽ ഒരു സ്ട്രെസ് ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ചിലരതിനെ മൈഗ്രെയിൻ എന്നൊക്കെ പറയും, തലവേദന എടുക്കുന്നു എന്ന് പറയും, ടെൻഷൻ ആവുന്നു എന്ന് പറയും, തല വരിഞ്ഞു കെട്ടാൻ തോന്നും, തല ഇടിക്കാൻ തോന്നുന്നു എന്ന് പറയും, തലയിൽ വെള്ളം കോരി ഒഴിക്കാൻ തോന്നുന്നു എന്ന് പറയും, തല ചൂടാവുന്നത് പോലെ എന്നൊക്കെ പറയും. അങ്ങനെ ഈ നെറ്റിത്തടത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു സ്ട്രെസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്, ഒരു സ്ട്രെസ് ലെവലിലേക്കൊക്കെ മൈൻഡിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ. എന്നാൽ ചില സമയത്ത് പ്രിയപ്പെട്ടവരുടെ സ്നേഹമോ അല്ലെങ്കിൽ അവരുടെ ആശ്വസിപ്പിക്കലോ, ഇനി ആരുടെയെങ്കിലും വിയോഗം, ഒരു വേർപാട്, സങ്കടം, ദുഃഖമൊക്കെ വരുമ്പോൾ നമുക്കത് ഇവിടെ ഈ ഭാഗത്ത് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് ഹൃദയം എടുത്ത് അയക്കുന്നത്. ബ്രെയിൻ അല്ലല്ലോ നമ്മൾ ആരും എടുത്ത് അയക്കാറുള്ളത്, അല്ല, ഹൃദയം എടുത്ത് പങ്കുവയ്ക്കാറുണ്ട്. ഹൃദയത്തിന്റെ ചിത്രമൊക്കെ നമ്മൾ പാസ് ചെയ്യാറുണ്ട്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു ഭാഗം കൂടെ നമുക്ക് എവിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊക്കെ നമ്മൾ പേടിച്ചു കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അടിവയറ്റിൽ നിന്ന് ഒരു തീ കയറി വന്നതുപോലെ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഒത്തിരി സന്തോഷവും ആനന്ദവും ഒക്കെ വരുമ്പോൾ ബട്ടർഫ്ലൈസ് ഇൻ സ്റ്റൊമക്ക്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ, ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർക്ക് മോഷനെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. 1നും 2നും ഒക്കെ, ഒന്ന് പോയി തിരിച്ചു വന്നു, ഒന്നുകൂടെ പോകണം തോന്നുന്നു, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടെ പോകണം തോന്നുന്നു എന്ന രീതിയിൽ വീണ്ടും മോഷൻ. ചിലർക്ക് മോഷൻ നിന്ന് പോകുന്നത് പോലെ, മോഷൻ ടൈറ്റ് ആവുന്നത് പോലെ, ചിലർക്ക് മോഷൻ ലൂസ് ആവുന്നത് പോലെ, ചിലർക്ക് വൊമിറ്റിംഗ് സെൻസേഷൻ ആയിട്ടൊക്കെ ഈ ഡൈജഷനെ, സ്റ്റൊമക് പാർട്ടിനെ അത് അഫക്റ്റ് ചെയ്ത് കാണാറുണ്ട്. പെട്ടെന്ന് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സ് നമുക്ക് ഫീൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും മനുഷ്യർക്ക് പറ്റുന്നത് ഈ ഒരു ഭാഗത്തും, ഈ നെറ്റിത്തടത്തിന്റെ ഭാഗത്തും, അതുപോലെ ഈ നെഞ്ചിൻകൂടിന്റെ ഭാഗത്തും, അതുപോലെ അടിവയറിന്റെ ഭാഗത്തും ഒക്കെയാണ്. അപ്പോ മനസ്സ് ഇവിടെ തലയിലും ചങ്കിലും വയറിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയല്ല, മറിച്ച് എന്താണ് മനസ്സെന്ന് ഒന്നുകൂടെ വ്യക്തമായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ശ്രമിക്കുകയാണ്. വൈ ഇറ്റ്സ് എവിഡന്റ്, ഇവിടെ എല്ലാം ഇത് എവിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം ഇങ്ങനെയാണ്. മനുഷ്യ ശരീരത്തിലെ ന്യൂറോൺസിന്റെ ഫംഗ്ഷനെയാണ് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ മനസ്സെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. മനുഷ്യ ശരീരത്തിലെ ന്യൂറോണുകളുടെ, നാഡികളുടെ പ്രവർത്തനങ്ങളുടെ ആകെ കൂടിയാണ് മനസ്സെന്ന് പറയുന്നത്. ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി അല്ല ഇങ്ങനെ പറയുന്നത്, വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ഒരു ഐഡിയ, ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണമല്ലോ എന്താണ് മനസ്സെന്ന്. മനുഷ്യ ശരീരത്തിലെ ന്യൂറോണുകളുടെ പ്രവർത്തികളെയാണ് നമ്മൾ മനസ്സെന്ന് പറയുക, ന്യൂറോൺസ് എല്ലാം കൂടി പ്രവർത്തിക്കുമ്പോൾ. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് കൂടെ ചുരുക്കി പറയാം. നമ്മുടെ ഈ സെറിബ്രം എന്ന് പറയുന്ന തലച്ചോറിന്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ, സെറിബ്രത്തിന്റെ ഫ്രോണ്ടൽ ലോബ് എന്നൊക്കെ പറയുന്ന ഈ ഭാഗത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും അധികം ന്യൂറോണുകൾ ഉൾപ്പെടുന്ന ഭാഗം. അതുകൊണ്ടാണ് ഏറ്റവും അധികം എവിഡന്റ് ആയിട്ട് നമുക്ക് മനുഷ്യന്റെ മനസ്സിനെ ഇവിടെ ഫീൽ ചെയ്യുന്നത്.
അത് കഴിഞ്ഞാൽ ഈ നെഞ്ചുകൂടിന്റെ ഭാഗത്താണ് ഏറ്റവും അധികം ന്യൂറോൺസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നെഞ്ചിലൊരു ഭാരമായിട്ട് ഒരു ഹെവിനെസ് ഇൻ ഹാർട്ട് എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നത് പോലെ, നിന്നു പോയതുപോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. പാനിക് അറ്റാക്ക് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്, ബ്രത്തിലും ഹാർട്ടിലും ഒക്കെയാണ്. അപ്പൊ ഈ ഭാഗങ്ങളിലാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ന്യൂറോൺസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെയും നമുക്ക് മനസ്സ് എവിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡമൻ പാർട്ട്, ഈ നേവൽ പാർട്ടിലാണ് ഏറ്റവും അധികം ന്യൂറോൺസ് പിന്നെ മൂന്നാമതായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും മനസ്സ് വളരെ എവിഡന്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ശരീരത്തിൽ. അപ്പോ എന്ന് വിചാരിച്ച് ഈ 3 ഭാഗങ്ങളിൽ മാത്രമല്ല, മനുഷ്യ ശരീരത്തിൽ ഉടനീളം ന്യൂറോൺസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ കുഞ്ഞ് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നാഡീ വ്യവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, ചിത്രമൊക്കെ വരച്ച്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉടനീളം ന്യൂറോൺസ് സ്ഥിതി ചെയ്യുന്നു. ഈ ന്യൂറോൺസിന്റെ ഫംഗ്ഷന്റെ ആകെത്തുകയാണ്, പ്രവർത്തികളുടെ ആകെത്തുകയാണ് മനസ്സ് എന്ന് വിവക്ഷിക്കുന്നത്. അപ്പോൾ അതൊരു വശം മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ. അതിന്റെ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ അതിന്റെ പതോളജി എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ ഫിസിക്കൽ പാർട്ടാണ് മനസ്സിന്റെ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ മനസ്സ് എവിഡന്റ് ആണോ എന്ന് വെച്ചാൽ എവിഡന്റ് ആണ്. പക്ഷെ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ന്യൂറോണുകൾ ശരീരത്തിലുടനീളമായിട്ട് അതിന്റെ ഫംഗ്ഷൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. ഈ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറയുമ്പോൾ, നമ്മുടെ ഞരമ്പുകളിലൂടെ രക്തം ഓടുന്നത് പോലെ ന്യൂറോൺസിലൂടെ വിവിധ ന്യൂറോ കെമിക്കൽസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹോർമോണുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഉൾപ്പെടെയുള്ള വ്യത്യസ്ത കണക്കിന് 100ഓളം വരുന്ന വ്യത്യസ്ത ന്യൂറോ കെമിക്കൽസ് മനുഷ്യ ശരീരത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കോഴ്സുകളിൽ, ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ള ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ്, സിറട്ടോണിൻ പോലുള്ള, അല്ലെങ്കിൽ ഇൻസുലിൻ, അഡ്രിനാലിൻ, ഇങ്ങനെയൊക്കെ ഒരു പറ്റം ഹോർമോണുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് ന്യൂറോ കെമിക്കൽസ് ആണ് മനുഷ്യ ശരീരത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാൻസ്മിഷനാണ് ഒരു പ്രോസസ്സായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും മനസ്സിന്റെ വിചാരങ്ങളും വികാരങ്ങളുമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ, മനുഷ്യനെ വേറൊരു വശത്തിൽ, ഇതിപ്പോ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു പതോളജിയാണ്, വേറൊരു ആസ്പെക്റ്റിൽ മനസ്സിനെ പരിചയപ്പെടാൻ നോക്കിയാൽ നമ്മുടെ ചിന്തകളാണ്. ഒരു മനുഷ്യനായി, ഒരു പ്രായപൂർത്തിയെത്തിയ ഒരു മനുഷ്യനായിരിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഏതാണ്ട് 70,000-ഓളം ചിന്തകൾ ഒരു ദിവസം കടന്നു വരുമെന്നാണ് പറയുന്നത്. 70,000-ഓളം ചിന്തകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് എല്ലാ ചിന്തകളും. അതെന്തായിരിക്കും എന്നൊരു ചോദ്യം, ഇതായിരിക്കും എന്നൊരു ഉത്തരം. ഇതെന്തായിരിക്കും എന്നൊരു ചോദ്യം, അതായിരിക്കും എന്നൊരു ഉത്തരം. അതെന്താ അങ്ങനെ എന്നൊരു ചോദ്യം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്നൊരു ഉത്തരം. ഇങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് 35,000-ഓളം ചോദ്യങ്ങളും 35,000-ഓളം ഉത്തരങ്ങളുമാണ് മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത ഒരു ദിവസത്തിൽ. അപ്പൊ ഇങ്ങനെ വരുന്ന 70,000 തോട്ട്സ് ആണ് ആക്ച്വലി വേറൊരു തരത്തിൽ പറഞ്ഞാൽ മനസ്സെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ 2 വശം, അപ്പൊ പതോളജിയിൽ ഇതിന് ന്യൂറോൺസ് ആണ്. ഓരോ ചിന്തകളും ഈ ന്യൂറോൺസിലൂടെ ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ചിന്തകളാണ് മനസ്സെന്ന് വേറൊരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി മനസ്സിനെ വേറൊരു തലത്തിൽ കൂടി ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഈ വിധത്തിലായിരിക്കും. മനസ്സിന് 3 പ്രധാന തലങ്ങളുണ്ടെന്നുള്ളതും, അതൊരു കോൺഷ്യസ് പാർട്ട്, സബ് കോൺഷ്യസ് പാർട്ട്, അൺകോൺഷ്യസ് പാർട്ട് എന്നീ വിധത്തിലുള്ള 3 തലങ്ങളാണെന്നും ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. 3 മനുഷ്യന്റെ വ്യത്യസ്തമായ മനസ്സിന്റെ തലങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വരും ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ബേസിക്കലി ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളും, അതോടൊപ്പം ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ടൂളിനും കൂടെ സർട്ടിഫൈഡ് ആയിരിക്കുന്നു. നിങ്ങൾ സിനിമയിലൊക്കെ ഹിപ്നോട്ടിസം എന്നൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലർ ചിലപ്പോൾ അപൂർവം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഹിപ്നോട്ടിസം ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹിപ്നോസിസിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ ഈ 3 തലങ്ങളെ, മനസ്സിന്റെ ഈ 3 തലങ്ങളെ എടുത്തിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. മനുഷ്യന്റെ മനസ്സൊരു ബ്യൂട്ടിഫുൾ ടൂളാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു, എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആദ്യം അതൊരാളുടെ മനസ്സിലും പിന്നെ അത് റിയാലിറ്റിയിലും. അപ്പൊ ഒരു തരത്തിൽ മനസ്സ് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം ആണത് റിയാലിറ്റിയിലേക്ക് നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ശില്പി ഒരു കല്ലിന്റെ മുൻപിൽ ചുറ്റികയും ഉളിയുമായിട്ടൊക്കെ നിൽക്കുമ്പോൾ അയാള് ആ കല്ലിൽ വളരെ വിദഗ്ധമായിട്ടൊരു രൂപത്തെ കൊത്തിയെടുക്കുകയാണ്. അദ്ദേഹം വളരെ വിദഗ്ധമായി ആ രൂപത്തെ കൊത്തിയെടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം എവിടെ നിന്നാണ് ആ കല്ലിലേക്ക് ഒരു രൂപത്തെ അദ്ദേഹം പകർത്തുന്നത്. വേറെ എവിടെ നിന്നുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു രൂപത്തെ, മനസ്സിൽ വിരിഞ്ഞ ഒരു ചിത്രത്തെ അദ്ദേഹം കല്ലിലേക്ക് കൊത്തി രൂപപ്പെടുത്തിയെടുക്കുകയാണ്.
അപ്പം മനസ്സിലൊരു രൂപം കാണാനുള്ള കഴിവും അതിനെ കല്ലിൽ തൻ്റെ കയ്യിലുള്ള ഉളിയും ചുറ്റികയുമായി കല്ലിൽ പതിപ്പിക്കാനുള്ള കഴിവും കൂടെ ഉണ്ടായാൽ ഒരാൾ ശില്പിയായി. ഒരു ചിത്രകാരനെ നോക്കിക്കേ, അദ്ദേഹത്തിന് മുൻപിലുള്ള വിശാലമായ ബ്ലാങ്ക് ആയിട്ടുള്ള ശൂന്യമായിട്ടുള്ള ഒരു ക്യാൻവാസ്. ആ ക്യാൻവാസിന് മുമ്പിൽ കുറച്ച് പെയിന്റുകളും ഏതാനും ബ്രഷുകളുമായിട്ട് ആ മനുഷ്യൻ നിൽക്കുമ്പോൾ എവിടെ നിന്നാണ് അല്പസമയം കഴിയുമ്പോഴേക്കും ആ ക്യാൻവാസിൽ ഒരു ചിത്രം പകർത്തപ്പെടുന്നത്? വേറെ എവിടെ നിന്നുമല്ല, അദ്ദേഹം തൻ്റെ മനസ്സിലുള്ള ഒരു സുന്ദരമായ ചിത്രത്തെ അവിടേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് സഹോദരന്മാർ നമ്മൾ പറയുന്ന വിമാനം കണ്ടുപിടിച്ച മനുഷ്യർ എവിടെ നിന്നാണ് ഈ വിമാനത്തെ യാഥാർത്ഥ്യത്തിൽ ഉണ്ടാക്കിയത്? ഒരുപാട് നാളുകളായി മനുഷ്യന്റെ മനസ്സിൽ പുഷ്പക വിമാനം എന്നൊക്കെ ഉള്ള പേരിൽ പറക്കുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, പറക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. മനുഷ്യന് പറക്കാൻ കഴിവ് നേടുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ ഒരു പ്രത്യേക വാഹനം ഉപയോഗിച്ചുകൊണ്ട് പറന്ന് ആകാശത്തിലൂടെ നടക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രം. ആ മനസ്സിൽ രൂപപ്പെട്ട ചിത്രമാണ് പിന്നീട് വളരെ നാളുകൾക്ക് ശേഷം റൈറ്റ് സഹോദരന്മാരിലൂടെ യാഥാർത്ഥ്യമായി മാറിയത്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രത്തെ ഒരു യന്ത്രമായിട്ട് അവർ പുനഃസൃഷ്ടിക്കുകയാണ്, രണ്ടാമതൊന്നുകൂടെ നേരായിട്ട് സൃഷ്ടിക്കുകയാണ്. അതാണ് വിമാനമായി മാറിയത്. ഇങ്ങനെ നമ്മൾ ലോകത്തുള്ള ഏത് പ്രൊഡക്റ്റും, ഇപ്പം നിങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുമ്പോൾ ഇരിക്കുന്ന കസേരയാവാം, സ്റ്റൂളാവാം, ഇരിപ്പിടങ്ങൾ ഏതുമാവാം, ഇതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ആദ്യം രൂപം കൊണ്ട ഒരു ചിത്രമാണ്, ഒരു രൂപമാണ്. എന്നിട്ട് അദ്ദേഹം അത് റിയാലിറ്റിയിലേക്ക് പകർത്തിയെടുത്തതാണ്. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, നിങ്ങൾ അതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഇതൊരു മനുഷ്യന്റെ മനസ്സിലുണ്ടായ ചിത്രമാണ്. ഒന്നിലേറെ മനുഷ്യരുടെ മനസ്സിലൂടെ പലതവണ പലതരത്തിലുള്ള ചിത്രങ്ങളായി വന്ന് അതൊക്കെ കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ട് ഒടുവിൽ ഒരു മനുഷ്യൻ അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അത് ഈ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ ആയി മാറിയത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് സത്യമാണ്. എല്ലാ കാര്യങ്ങളും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, ഒന്ന് മനസ്സിലും പിന്നെ യാഥാർത്ഥ്യത്തിലും. നമ്മൾ മനസ്സിനെ പരിചയപ്പെടുമ്പോഴാണ് മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട ചില കാര്യങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം എവിടെ നിന്ന് കിട്ടി എന്ന് നമ്മൾ പിന്നോട്ട് അന്വേഷിച്ചാൽ നമ്മുടെ മനസ്സുണ്ടാക്കിയ ഒരു ചിത്രമാണ്, ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തർക്കമില്ലാതെ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന 58ഓളം കൂട്ടുകാരെ, ഞാൻ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി വേറെ ആർക്കുമല്ല, എനിക്കും നിങ്ങൾക്കും തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഞാൻ എന്നെ തന്നെ പറയുന്നത്, അവകാശപ്പെടുന്നത്, അവനെ തന്നെ വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ, ഞാനൊരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല, മറിച്ച് ഒരു ജീവിതം ട്രാൻസ്ഫോം ചെയ്യാൻ, ഒരു ചേഞ്ച് ലൈഫിൽ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു മിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മിഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്ന കാര്യം ഇതാണ്. ജീവിതത്തെ നോക്കിയിട്ട് നമ്മൾ പറയാണ്, ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. അതുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. അതായത് എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊരു ബോധ്യം, അതിൻ്റെ ഫസ്റ്റ് ലെവൽ തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് എല്ലാവരും, കൂട്ടുകാരെല്ലാവരും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്. യു ആർ ഹിയർ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഞാൻ റെസ്പോൺസിബിൾ ആണെന്ന് പറയുന്നിടത്ത് അടുത്ത രണ്ടാമത്തെ ഘട്ടം, എനിക്ക് വേണ്ട ജീവിതം എവിടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കും, അല്ലെങ്കിൽ ഇത് പരിണാമത്തിലൂടെ ഈ സൃഷ്ടി രൂപപ്പെട്ടു ഞാനായി മാറി എന്ന് ചിന്തിക്കുന്നവർക്കും, നിങ്ങൾ ഏത് വിധത്തിൽ ചിന്തിച്ചാലും ഒരു കാര്യം നിങ്ങൾക്ക് സത്യമാണ്, നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം നിങ്ങളുടെ മനസ്സ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇന്നത്തെ നമ്മുടെ ലൈഫ് അത് നമ്മുടെ മൈൻഡ് ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ മനസ്സൊരു സോഫ്റ്റ്വെയർ പോലെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ശരീരം, ജീവിതം ഒരു ഹാർഡ്വെയർ പോലെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ചെയ്യപ്പെടുന്ന, പ്രോഗ്രാം ചെയ്യപ്പെടുന്ന ലൈഫാണ് നമ്മൾ ഓരോ ദിവസവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു തരത്തിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എന്നെ കേൾക്കുന്ന കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, വാട്ട് എവർ യു തിങ്ക് വിൽ ബിക്കം യുവർ റിയാലിറ്റി. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. ഞാനത് ചെറിയ റാപ്പിഡ് ഹിപ്നോസിസ് സെഷനുകൾ കോളേജുകളിലൊക്കെ നമ്മുടെ ചെറിയ കൂട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മനസ്സിനെ കുറിച്ച് ഇങ്ങനെ വലിയ കഥയൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കാനുള്ള ക്ഷമയൊന്നും അവർക്കില്ല. അതേസമയം പെട്ടെന്ന് ഇനി ഞാൻ പറയുന്നത് വരെ നിനക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണെന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ സംസാരശേഷി നഷ്ടപ്പെട്ട് സ്തബ്ധനായി നിൽക്കുന്ന അതുവരെ വാചാലനായിരുന്ന കൂട്ടുകാരനെ കാണുമ്പോൾ ആൾക്കാർ ഇതിലെന്തോ മാജിക് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ അവരാദ്യം ഇതെന്തോ തട്ടിപ്പാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെ സംസാരിപ്പിക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോഴും അവൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വെപ്രാളത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും, ഇനി മുതൽ നിനക്ക് ഞാൻ 1 മുതൽ 5 വരെ എണ്ണുമ്പോഴേക്കും നീ സംസാരിച്ചു തുടങ്ങും
എന്ന് പറയുന്ന ഒരു കമാൻഡിൽ അവർ വീണ്ടും സംസാരിച്ചു തുടങ്ങുമ്പോൾ പതുക്കെ പിള്ളേരൊക്കെ ഇങ്ങനെ പറയും, അപ്പൊ എന്തോ ഒരു കാര്യം ഉണ്ടല്ലേ, മനസ്സെന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാണ്. സത്യത്തില് നമ്മുടെ മനസ്സ് രൂപം കൊടുത്ത ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള യാതൊരു തർക്കവുമില്ല. അത് മനസ്സിലാക്കാൻ ഈ 10 ദിവസത്തെ സെഷൻ വളരെ ക്ലാരിറ്റിയോടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു മനുഷ്യന്റെ മനസ്സ് അവന്റെ ജീവിതത്തെ റിയലിസ്റ്റിക് പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ, ജീവിതമാക്കി അതിനെ പുനഃസൃഷ്ടിക്കുന്നതിൽ എത്ര വലിയ റോളാണ് ഒരു മനസ്സെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ. ഞാനൊരു കൊച്ചു ഉദാഹരണം കൂടെ പറയട്ടെ. നമ്മുടെ മുൻപിലിരിക്കുന്ന മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ നമ്മൾ ആ കീപാഡ് എടുത്തിട്ട് അതിൽ എ എന്ന് പറയുന്ന ലെറ്ററിൽ പ്രസ് ചെയ്താൽ നമുക്കറിയാം, യാതൊരു തർക്കവുമില്ല, നമ്മുടെ സ്ക്രീനിൽ എ എന്ന് പറയുന്ന ലെറ്റർ ആണല്ലോ തെളിഞ്ഞു വരിക. അപ്പൊ ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ അതിന്റെ എ എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഒരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ തെളിഞ്ഞു വരിക. ഇനി നമ്മൾ ആ എ എന്ന് പറയുന്ന ലെറ്റർ അത് മായ്ച്ചു, എ എന്ന് പറയുന്ന ലെറ്റർ ഒരു വൈറ്റ്നറൊക്കെ ഉപയോഗിച്ച് മായ്ച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു പെർമനന്റ് മാർക്കറൊക്കെ വെച്ചിട്ട് ബി എന്ന് എഴുതി വെക്കുകയാണെന്ന് വിചാരിക്കുക. ബി എന്ന് എഴുതി വെക്കുകയാണ്. ബി എന്ന് എഴുതി വെച്ചതിന് ശേഷം അതിൽ പ്രസ് ചെയ്താൽ ഏത് ലെറ്ററേ വരികയുള്ളൂ? എന്നെ കേൾക്കുന്നവർക്കെല്ലാം സംശയമില്ലാതെ അറിയാം, എ എന്ന് പറയുന്ന ലെറ്ററേ വരികയുള്ളൂ. അപ്പൊ ഞാൻ പറയാം, അതെന്താ, നമ്മൾ കീപാഡില് കീയിൽ എ മായ്ച്ചു കളഞ്ഞിട്ട് ബി അവിടെ എഴുതിയില്ലേ, എന്നിട്ടും എന്താ എ വരുന്നത്? അപ്പൊ നിങ്ങൾ എന്നോട് പറയും, പ്രിയ സുഹൃത്തെ, ആ കീബോർഡിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കത് കാണാൻ സഹായിക്കുന്ന മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അവിടെ ഈ ലെറ്റർ ഏത് പ്രിന്റ് ചെയ്യപ്പെടണമെന്ന് തീരുമാനിക്കുന്നത് ഈ കീബോർഡിൽ ഈ സർക്യൂട്ട്, നമ്മൾ ആ കീയിൽ പ്രസ് ചെയ്യുമ്പോൾ ആ കീബോർഡിൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു സോഫ്റ്റ്വെയറിലുള്ള ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമാണ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ലെറ്റർ വരണം, ഏത് സിമ്പിൾ വരണം, ഏത് നമ്പർ വരണം എന്നൊക്കെ. അല്ലാതെ അതിൽ എഴുതിയിരിക്കുന്ന ആ അക്ഷരമല്ല. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ പുറമേ ചില മാറ്റങ്ങൾ ഉപരിപ്ലവമായി എത്ര ശ്രമിച്ചാലും ആ മാറ്റം ലൈഫിലേക്ക് വരില്ല. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിലൊക്കെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എല്ലാം ഇറ്റ് വാസ് ഓൾ അബൌട്ട് നല്ല ഷൂ പോളിഷ് ചെയ്തിടുന്നതിനെ കുറിച്ചും, ഷർട്ട് ഇൻസൈഡ് ചെയ്യുന്നതിനെ കുറിച്ചും, മീശ ഗ്രൂം ചെയ്യുന്നതിനെ കുറിച്ചും, താടി ഗ്രൂം ചെയ്യുന്നതിനെ കുറിച്ചും, പെൺകുട്ടികൾക്കാണ് ലേഡീസിനാണ് ഹെയർ പുട്ടപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും, കോട്ടും സ്യൂട്ടും വെയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് കൺസെപ്റ്റ് ഒക്കെ മാറി. കാരണം ഇങ്ങനെ പുറമേ വരുത്തുന്ന ചേഞ്ചുകളൊന്നും ഒരു മനുഷ്യനിൽ ബേസിക് ആയിട്ട് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല. താൽക്കാലികമായ ഒരു അപ്പിയറൻസ് ചേഞ്ച് മാത്രമേ വരുത്തുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാളുടെ ലൈഫ് മാറുന്നത് അവന്റെ മനസ്സ് മാറ്റം വരുമ്പോഴാണ്, മനസ്സിലുള്ള പ്രോഗ്രാമുകൾ മാറുമ്പോഴാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു പാർട്ടിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ സംസാരിച്ചോളാം എൻ്റെ ക്ലാസ്സുകളുടെ സമയത്ത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യരുടെയും സ്വഭാവം, ബിഹേവിയറൽ പാറ്റേൺ മുഴുവൻ ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാനും നിങ്ങളും നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഉദരത്തിൽ, വൂമ്പില് ഒരു അണ്ടവും ബീജവും കൂടി ചേർന്ന് ഒരു ഫെറ്റസ് ആയിട്ട് ഒരു ഭ്രൂണമായി മാറിയ മോമെന്റ് മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇവന്റുകളുടെ റെസ്പോൺസ് ആണ്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ലൈഫിൽ നടന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം ചോദിക്കാം, ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമെങ്കിൽ പറയാം. നിങ്ങൾ 2ാം ക്ലാസ്സിൽ ഓണത്തിന് പോയപ്പോൾ ഇട്ട ഡ്രസ്സ് ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ ഓണാഘോഷത്തിന് പോയപ്പോൾ ഇട്ട ഡ്രസ്സ് ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കളറൊക്കെ പറയാം. യൂണിഫോം ആയതുകൊണ്ട് ആ യൂണിഫോമിന്റെ കളർ ഓർക്കുന്നുണ്ടോ? ഡിസൈൻ പാറ്റേൺ ഓർക്കുന്നുണ്ടോ? ക്രീം ബ്ലൗസും ബ്രൗൺ പാവാടയും. വെരി ഗുഡ്, നല്ല മെമ്മറി ഉണ്ട്. അപ്പൊ മിനിയെ സംബന്ധിച്ച് അത് ഓർക്കുന്നില്ല. ആരാ പറഞ്ഞത് ഞാൻ കണ്ടില്ല. ഇത്രയും പേര് സ്ക്രീനിൽ, ഞാൻ മൊബൈൽ സ്ക്രീനിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ ഓർക്കുന്നുണ്ട്. അപ്പോ ചിലർ വിചാരിക്കും അപ്പൊ ഒരാൾക്ക് നല്ല ഓർമ്മശക്തി ഉള്ളതുകൊണ്ടും ഒരാൾക്ക് ഓർമ്മശക്തി കുറവായതുകൊണ്ടുമാണ്, ഓർത്തയാള് ഓർമ്മശക്തി കൂടുതലുള്ള ആളായതുകൊണ്ടും മറന്നുപോയ ആൾ ഓർമ്മശക്തി കുറവുള്ള ആളായതുകൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല, റിട്രൈവ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റിയുടെ വ്യത്യാസമാണ്, ഓർമ്മശക്തിയുടെ വ്യത്യാസമല്ല. ഞാൻ പറയട്ടെ, ചിലരൊക്കെ പറയും ഞങ്ങളതൊന്നും ഓർക്കുന്നില്ല, അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ അന്ന് മുതലുള്ള ഓരോ ദിവസത്തെ ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ എളുപ്പമായിരിക്കില്ല. പക്ഷെ ഞാൻ പറയാം, ഒരു ഞെട്ടിക്കുന്ന സത്യം പറയാം. അതിതാണ്, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. എവറിത്തിങ് ഈസ് റെക്കോർഡഡ് ദെയർ. നമ്മളൊരു സിസ്റ്റത്തില് അതിന്റെ ഹാർഡ്വെയറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് പാർട്ടുകളിൽ ലൈഫിൽ നടന്ന എല്ലാ ഇൻസിഡന്റുകളും സൂക്ഷിച്ചിട്ടുണ്ട്, റെക്കോർഡഡ് ആണ്.
ഓൺലി തിങ് നമുക്കെല്ലാം റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം എന്ന് പോയിട്ട് 1% പോലും റിട്രൈവ് ചെയ്തെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതെല്ലാം റെക്കോർഡറാണ്. റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നതിനർത്ഥം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നല്ല. രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. എളുപ്പമല്ല, എല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളുമാണ് നമ്മുടെ ഓരോ സ്വഭാവവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ചിലർക്ക് പാമ്പിനെ പേടി, ഇടിമിന്നൽ പേടി, മഴ പേടി, വാഹനം ഓടിക്കാൻ പേടി, ഉയരത്തിൽ കയറാൻ പേടി, ആഴത്തിൽ പോകാൻ പേടി, വെള്ളത്തിൽ ഇറങ്ങാൻ പേടി, രാത്രിയെ പേടി, ഡാർക്ക്നെസ്സിനെ പേടി, അല്ലെങ്കിൽ പാറ്റയെ പേടി, പല്ലിയെ പേടി, പാമ്പിനെ പേടി. ഇങ്ങനെ ഒരു ഭയം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഭയം തന്നെ അതിനെ ഒരു ഫോബിയ എന്നുള്ള ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഫോബിയ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചില സാധനങ്ങളോടുള്ള ഭയം, അതിനോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മഹാരാഷ്ട്രയിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ 1-2 പാമ്പിന്റെ മോഡൽ, റബ്ബർ സ്നേക്കുകളുടെ മോഡൽ എടുത്ത് അവരുടെ ഇടയിലേക്ക് ഇട്ടു. നടുക്കേക്ക് വെച്ചു. ആ റബ്ബർ സ്നേക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വിഷമമുള്ള ഒരുപാട് പേര് അതിനകത്തുണ്ടായിരുന്നു. യാതൊരു വിധത്തിലും അതിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരുന്നു. നമുക്കറിയാം റബ്ബർ സ്നേക്ക് നമ്മളെ യാതൊരു വിധത്തിലും അപകടപ്പെടുത്തില്ല എന്നറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ആൾക്കാർ റബ്ബർ സ്നേക്കിനെ ചിലർ ഭയപ്പെടുന്നത്? അതുപോലെയാണ് നമ്മളുടെ പല ആൾക്കാരുടെയും ഭയങ്ങൾ. അതിന് കാരണം അൺകോൺഷ്യസ് മൈൻഡിന് റിയലും അൺറിയലും അറിയില്ല എന്നുള്ളൊരു തത്വം നിൽക്കുന്നുണ്ട്. അൺകോൺഷ്യസ് മൈൻഡിന് റിയലും അൺറിയലും അറിയില്ല. അപ്പൊ ബോധ മനസ്സിൽ, കോൺഷ്യസിൽ ഇത് പാമ്പല്ല എന്നറിയാമെങ്കിലും അവരുടെ ഉപബോധ അബോധ മനസ്സിൽ എന്നോ പതിഞ്ഞ ചില സംഭവങ്ങൾ അങ്ങനെ പച്ചകെടാതെ അവിടെ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫോബിയ ആയിട്ട് ഇത് വർക്ക് ചെയ്യാണ്. സുഹൃത്തുക്കളെ, ഞാൻ അധികം നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ സ്വഭാവവും ബിഹേവിയറും ഡിസൈഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇത്രയും കാലം അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ലൈഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ ഇവന്റുകളെയും ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ പറയും പഠിക്കാൻ ചിലർക്ക് ഭയങ്കര വിഷമമാണ്, എന്നാൽ ടൂർ പോകാന്ന് പറയും. പരീക്ഷ എഴുതിയാലോ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താലോ എന്ന് പറയുമ്പോൾ ഒരു ഫീൽ അല്ല നമുക്ക് ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയാലോ എന്ന് പറയുമ്പോൾ. ഈ ഫീലിലുള്ള ഡിഫറൻസ് പോലും നമ്മൾ ആ വിഷയം നമ്മുടെ പെയിൻ ബ്രെയിനുമായിട്ടാണോ പ്ലഷർ ബ്രെയിനുമായിട്ടാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ആദ്യ അനുഭവങ്ങൾ, പരീക്ഷയെ സംബന്ധിച്ച ആദ്യ അനുഭവങ്ങൾ, ഒരു ടൂറിനെ സംബന്ധിച്ച ആദ്യ അനുഭവങ്ങൾ, ഇതെങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ റെക്കോർഡഡ് ആയത്, ഉപബോധ അബോധ തലങ്ങളിൽ റെക്കോർഡഡ് ആയത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനോടുള്ള റെസ്പോൺസ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഇതാണ്: മനുഷ്യന് ഒരു മനസ്സുണ്ട്, അത് റിയൽ ആണ്. അത് ന്യൂറോണുകളുടെ പ്രവർത്തനമായിട്ട് പതോളജിക്കലി കാണാൻ പറ്റും. ഉപബോധ അബോധ മനസ്സുകൾ, ബോധ മനസ്സ്, അങ്ങനെ ഒരു വ്യത്യസ്ത തലത്തിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്ന 70,000-ഓളം തോട്ട്സ് ആണ് അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ മനസ്സൊരു സോഫ്റ്റ്വെയർ പോലെ മനുഷ്യനിൽ വർക്ക് ചെയ്യുകയാണ്. മനുഷ്യന്റെ ലൈഫ് ഈ സോഫ്റ്റ്വെയറിലാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ സോഫ്റ്റ്വെയറിലെ ഇതുവരെ ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ ഇവന്റുകളുമാണ് ഈ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളും ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെയും വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഇപ്പോഴുള്ള ഓരോ ഔട്ട്കമും ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ചില കാര്യങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നടത്താൻ പറ്റുന്നില്ല, കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നില്ല. ചിലർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കുന്നത് പറ്റുന്നില്ല, ആഗ്രഹിക്കുമെന്നും തീരുമാനങ്ങൾ എടുക്കും, തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നില്ല, ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് ഒരു സമയത്ത് എത്ര ആഗ്രഹിച്ചാലും ഒരിക്കലും സമയത്ത് എത്താനോ കംപ്ലീറ്റ് ചെയ്യാനോ അക്കംപ്ലിഷ് ചെയ്യാനോ പറ്റാറില്ല. പല തീരുമാനങ്ങൾ എഴുതി വെക്കുന്നത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് അവരുടെ ചില ഭയങ്ങളെ, സ്റ്റേജിൽ കയറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഫേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നോ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നോ പറയാൻ പറ്റുന്നില്ല, ഫേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് പൊരുതി കാണിക്കണമെന്നുണ്ട്, പക്ഷെ പൊരുതാനുള്ള ഒരു ധൈര്യം കിട്ടാത്തതുപോലെ. ഇങ്ങനെ നമ്മുടെ ആകത്തുക മുഴുവൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ മനസ്സെന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട അന്ന് മുതൽ ഇന്ന് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മൾ കടന്നുപോയ നമ്മുടെ ഓരോ ജീവിതാനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ്. ഈ ജീവിതാനുഭവങ്ങളെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് NLP നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഓരോ ജീവിതാനുഭവങ്ങളും സ്വീകരിച്ചത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. NLP അതിനെ വാക്കോഗ് എന്ന് പറയും: വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഓൾഫാക്ടറി ആൻഡ് ഗസ്റ്റേറ്ററി. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലെ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും റിസീവ് ചെയ്ത് സ്വീകരിച്ച് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ റെക്കോർഡ് ചെയ്ത അതേ കാര്യങ്ങളെ റീലീവിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ
നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റീലീവ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലൂടെ ഇതേ ഇന്ദ്രിയങ്ങളിലേക്ക് വീണ്ടും അനുഭവപ്പെടുത്തി അവിടെ വെച്ച് ഒരു ഓൾട്രേഷൻ അതിൽ വരുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫിൽ ഇതുവരെ നടന്ന ഏത് സംഭവത്തെയും നമ്മുടെ ലൈഫിന് അതുണ്ടാക്കിയ ഇമ്പാക്റ്റുകളെയും മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും. അത് സാധ്യമാണ്. അതിനെയാണ് നിങ്ങൾ ഇത്രയും നാളും പലയിടങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന റീവയറിംഗ് എന്ന്, റീപ്രോഗ്രാമിംഗ് എന്ന ടേമുകളൊക്കെ വിവക്ഷിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ റീവയർ ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, പുതിയ വേർഷനായിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ എളുപ്പമാണ് ഈ NLP എന്ന് പറയുന്ന ടൂളിനെ പരിചയപ്പെട്ടാൽ. NLPയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ബാക്കി മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഏറെക്കുറെ എല്ലാ ടൂളുകളും ഒരു തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ സഹായത്തോടെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഒരു തേർഡ് പാർട്ടിയുടെ ഹെൽപ്പ് ആവശ്യമുണ്ട് എങ്കിൽ NLPയുടെ ഒരു സ്വീകാര്യത ഇതാണ്. NLP നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വയം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്, സ്വയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. നമുക്ക് സ്വയം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ള ടേംസ് ഇത്രേ വിവക്ഷിക്കുന്നുള്ളൂ. ന്യൂറോൺസ് ആണ് മനസ്സെന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു. ന്യൂറോൺസിന്റെ ആകെ പ്രവർത്തനം, പ്രോസസ്. ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഈ ന്യൂറോൺസിന്റെ ഭാഷയെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ, റീപ്രോഗ്രാം ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മളെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടേം സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നിങ്ങളെല്ലാവരും ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനാ? ഒരു ബിരിയാണി തിന്നാൻ ഏറ്റവും കുറഞ്ഞ ഒരു 250 രൂപ, നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിലാണ് ഉദ്ദേശിച്ചത്, ഒരു 250 രൂപ 300 രൂപ നമ്മൾ ചെലവഴിക്കും. എന്നാൽ അല്ലെങ്കിൽ ഒരു സാരി വാങ്ങാൻ, ഒരു ചുരിദാർ വാങ്ങാൻ, ഒരു പാൻറ്, ഒരു ഷർട്ട്, ഒരു ഷൂ വാങ്ങാനൊക്കെ നമ്മൾ എത്ര രൂപ നമ്മൾ ചെലവഴിക്കാറുണ്ട് ഓരോ വർഷവും. നമ്മുടെ ഫിസിക്കൽ അപ്ഡേഷന് വേണ്ടിയിട്ട്, അപ്ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട്, ഇമേജ് ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുമാത്രം കാശ് ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോർ ആയിട്ടുള്ള മൈൻഡിൽ ഒന്ന് റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സോ ഹിയർ ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് ഏർജ് ചെയ്യുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ് ടു ഇൻവെസ്റ്റ് എ ലിറ്റിൽ മണി ഓൺ വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. നിങ്ങളുടെ മേൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. കേട്ടു പോകാൻ എളുപ്പമാണ്, പക്ഷെ ആക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടാണ്. അതിന് പോലും ഹീലിംഗ് ആവശ്യമാണ് കേട്ടോ. പലതും നമ്മൾ ചെയ്യണം തീരുമാനിക്കും, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. നാളെ ചെയ്യാം, ഇപ്പൊ ചെയ്തു പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. സോ ഞാൻ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ഫീസ് 2000 രൂപയാണ്. 10 ദിവസത്തെ പ്രോഗ്രാമിന് 2000 രൂപയാണ് ഫീസ്. പക്ഷേ തെരേസ്, ജോജോച്ചനും ഞാനും കൂടെ ഇങ്ങനെ സംസാരിച്ചപ്പം ഇതിന്റെ ഒരു 4 ലെവലായിട്ട് തെരേസ് പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ ഇതിന്റെ ഓഫ്ലൈൻ ട്രെയിനിങ്ങുകളുണ്ട്. ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലേക്കൊക്കെ നിങ്ങൾക്ക് വന്ന് കടന്നു വരാൻ നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പ്രോഗ്രാമുകൾ ഗ്രൂപ്പായിട്ട്, അതായത് എല്ലാ ലെവലുകളും ഒരുമിച്ച് ചെയ്യാനുള്ള ഡിസിഷനൊക്കെ എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എനിക്ക് ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നോടത് സംസാരിക്കാൻ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ഈ ഓഫറുകൾ സംസാരിച്ച് മാർക്കറ്റ് ചെയ്യുന്നതിൽ വലിയ മിടുക്കനല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫറുകളൊന്നും പ്രസന്റ് ചെയ്യല്ല, മറിച്ച് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എല്ലാ പ്രോഗ്രാമോടും ഒരുമിച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ പ്രൈസിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് തെരേസിനോ എനിക്കോ ജോജോച്ചനോ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്താൽ, ഒന്ന് മെസ്സേജ് അയച്ചാൽ, വാട്സപ്പിൽ ഞങ്ങളുടെ നമ്പറുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, വാട്സപ്പിൽ റെസ്പോണ്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ വിശദ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നാളെ മുതൽ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഓൺലൈൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10 ദിവസം ഒരു ചെറിയ എമൗണ്ട് മുടക്കി, 2000-ൽ താഴെ, ഓഫർ പ്രൈസ് ഒരു 1500 രൂപയോളൊക്കെ അത് വരുള്ളൂ. അത്രയും പണം മുടക്കിയിട്ട് എന്താണ് ഞാനെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇതുവരെ NLPയുടെ ഓൺലൈനോ ഓഫ്ലൈനോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആരും, ബോധപൂർവ്വം അറ്റൻഡ് ചെയ്ത ആരും എനിക്ക് തോന്നുന്നില്ല എനിക്കിത് ഉപകാരപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കുറെ കൂടെ മുൻപേ ഇത് പരിചയപ്പെടേണ്ടതായിരുന്നു, ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കുറച്ച് നാൾ മുമ്പ് അറ്റൻഡ് ചെയ്ത ഒരു റിട്ടയർഡ് ബാങ്ക് ഓഡിറ്റിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മാനേജർ, അദ്ദേഹം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എനിക്കൊക്കെ ഇതൊരു 10-15 വർഷം മുൻപെങ്കിലും ഇത് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെയും വിദേശത്തുള്ള മകളെയും ഒക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചു. ഇവിടെയുള്ള ഭാര്യയെ ഓഫ്ലൈനായിട്ടും വിദേശത്തുള്ള മകളെ ഓൺലൈനായിട്ടും ഒക്കെ പങ്കെടുപ്പിച്ചു. അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മളെല്ലാം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് നമുക്ക് പുറത്താണ്. പക്ഷെ ഇവിടെ ഒരു ഇൻവിറ്റേഷൻ ടു ഇൻവെസ്റ്റ് ഓൺ യുവർ സെൽഫ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. എനിക്ക് തോന്നുന്നു അതിനോട് ആഡ് ചെയ്ത് ജോജോച്ചനോ നമ്മുടെ തെരേസോ ഈ സമയത്ത് സംസാരിക്കും.
ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്. ഞാൻ യാതൊരു ഫോർമാലിറ്റി ഇല്ലാതെയാണ് സംസാരിച്ചത്. വേണമെങ്കിൽ ഒരു സ്റ്റുഡിയോയിലൊക്കെ, വീട്ടിലുണ്ട് സ്റ്റുഡിയോ ഉണ്ട്, അവിടേക്ക് ഇരുന്ന് ആഘോഷമായിട്ടൊക്കെ സംസാരിക്കാം. പക്ഷെ എനിക്ക് സാധാരണ രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ കൂടിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത്. വളരെ സിമ്പിൾ. ഞാൻ എൻ്റെ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എൻ്റെ ലൈഫ് അപ്സൈഡ് ഡൗൺ മാറിയത്. എൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ ഞാൻ വരും ദിവസങ്ങളിലെ സെഷനുകളിലൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ഒരു സാധാരണക്കാരൻ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ളത് NLP നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു. കേൾക്കാമോ? താങ്ക് യു ഷോണിറ്റ്. നമുക്ക് വളരെ വിശദമായിട്ട് NLP എന്താണ്, മൈൻഡ് എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലൂടെ ഷോണിറ്റ് പറഞ്ഞു തരികയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നെങ്കിൽ കൈയടിക്കുന്നതൊന്ന് ആ സിമ്പിൾ ഒന്ന് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റ് ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും 50-60 പേരോളം ഉണ്ടായിരുന്നു. ഇപ്പം 56 കുറയുകയാണ്. ഒരു 2-3-4 മിനിറ്റ് കൂടെ എടുക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക, എന്നെയും കൂടി ഒന്ന് കേട്ടിട്ട്. പ്രിയപ്പെട്ടവരെ, വളരെ ഓർഡിനറി ആയിരുന്ന ഒരാളെ ഞാൻ സെമിനാരി ഫോർമേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. 12 വർഷത്തോളം, 10 വർഷമായിട്ട് ഈ ഒരു അച്ഛനായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ NLPയെ പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ. ഇത് മറ്റ് സൈക്കോളജി വിങ്ങിനെ പോലെ അല്ല. കാരണം അതെല്ലാം മനുഷ്യന്റെ പ്രശ്നങ്ങളെ, ഫ്രോയിഡ് ഒക്കെ ആണെങ്കിലും മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസിക രോഗം അങ്ങനെയുള്ളതിൽ നിന്നാണ് രൂപപ്പെട്ട് വന്നതെങ്കിൽ, അത് അവരെ പഠിച്ചിട്ട് മനസ്സിനെ മനസ്സിലാക്കിയതാണെങ്കിൽ, NLP രൂപപ്പെട്ട് വന്നത് അത് സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യരെ പഠിച്ച് അവരുടെ മോഡൽ ചെയ്ത് അതിൽ നിന്ന് രൂപപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് സൈഡിൽ നിന്നുള്ളൊരു അപ്രോച്ചാണ്. വളരെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. നിങ്ങൾ സിംപ്ലി യു വിൽ സ്റ്റാർട്ട് ടു ലവ് മൈൻഡ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തോ പിടിക്കാൻ കിട്ടാത്തൊന്നും അല്ല. വളരെ നമുക്ക് ശക്തമായിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിട്ടും ഒക്കെ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പൊ എൻ്റെ ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെ NLPക്ക് ശേഷം ഉണ്ടായ ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ PhD ചെയ്യുന്നുണ്ട്, MSc കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ചെയ്യുന്നുണ്ട്, യോഗയിൽ ഒരു PG ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ 1-2 മറ്റ് കോഴ്സുകൾ സ്വയത്തിലും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് സാധിക്കും എന്ന് എന്നെ പഠിപ്പിച്ചതും എൻ്റെ സാധ്യതകളിലേക്ക്, എൻ്റെ ഒരു ബെറ്റർ വേർഷനിലേക്ക് എന്നെ നയിക്കുന്നത് ഈ NLP ആണ്. ഈ NLPയിലേക്ക് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ PhDയെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും എനിക്ക് പറ്റിയെന്ന് വരില്ലായിരുന്നു. അത് സ്വപ്നം കണ്ടിട്ട് ഇത്ര പെട്ടെന്ന് അതെന്റെ കൈകളിലേക്ക് എത്തുമെന്ന് 7-ാം തീയതി ഞാൻ അതിന്റെ സിനോപ്സിസ് പ്രസന്റ് ചെയ്ത് എൻ്റെ കോഴ്സ് വർക്ക് ഞാൻ പൂർത്തിയാക്കി. ഞാൻ ഓൾറെഡി അതിലേക്ക് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത്, നമുക്കൊരു ശരീരമുണ്ട് എന്ന മട്ടിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമുക്കൊരു മനസ്സുണ്ട് എന്ന് മനസ്സിലാക്കി, എന്നാൽ അതിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആത്മാവിന്റെ സോളിന്റെ ലെവലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ പടിപടിയായിട്ടേ കയറാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ ഇതിനിടയിൽ നമുക്ക് ഒത്തിരിയേറെ ഒരു വഴികളുണ്ട്. അപ്പം നമുക്കത് മാറ്റം നമ്മൾ കരുതുന്നതിനേക്കാൾ അപ്പുറത്ത് എളുപ്പമാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന. നിങ്ങൾ ഈ ഒരു 10 ദിവസം എന്തുകൊണ്ടാണ് ഈ ഒരു പൈസ കൊടുത്ത് തന്നെ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്? ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നല്ല ചെലവുണ്ട്. PhD കഴിയണമെങ്കിൽ 5-6 ലക്ഷം രൂപയോളം ആരെങ്കിലും ഒക്കെ ആയിട്ട് എനിക്ക് വേണ്ടി മുടക്കണം. അപ്പൊ അതിനൊക്കെയുള്ള ചെറിയ ഫണ്ട് ഞങ്ങൾക്ക് ഇതിലൂടെ ഞങ്ങൾ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും എൻ്റെ പഠനത്തിനുള്ള ചെലവ് റബ്ബർ കുഴി കുത്തിയൊക്കെ ഞാനുണ്ട്. 10ാം ക്ലാസ്സിന് ശേഷം എൻ്റെ അപ്പനെ ഞാൻ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതിപ്പോഴും എൻ്റെ പ്രൊവിൻസിനെ ബുദ്ധിമുട്ടിക്കുക ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ 2 പേരും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ ഞങ്ങളും ഇതുപോലെ പേയ്മെന്റ് നടത്തിയിട്ടാണ് ഇത് പഠിച്ചത്. 10,000-60,000 രൂപയൊക്കെ NLPക്ക് വേണ്ടി മുടക്കിയും ഇപ്പോൾ പഠിക്കുന്ന പല കോഴ്സുകൾക്കും ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുമാണ്. അപ്പോൾ നമുക്ക് അതിന് വില കൊടുക്കും. ആ വില നമുക്ക് തിരിച്ച് 10 മടങ്ങായിട്ട് കിട്ടുമെന്നുള്ളതാണ്. മോതിരം പണയം വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ താലമാല വിറ്റ് ഒക്കെ ചില ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന് മാറ്റം എന്ന് വെച്ചാൽ, വളരെ ഓർഡിനറി ആയിരുന്ന ഞങ്ങളുടെ NLP തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൻമേരി ഇപ്പോൾ ഡോക്ടറേറ്റ് 3ാം വർഷമാണ്. അവള് കടന്നുപോയി. അവളുടെ മോതിരം പണയം വെച്ച് അവൾ ഈ ഒരു ലൈഫ് കോച്ചിങ്ങിലൂടെ കടന്നുപോയി. 60,000 രൂപ കൊടുത്തിട്ട് അവൾ സ്വന്തമായിട്ടൊരു പുസ്തകം എഴുതാനും സ്കോപ്പസ് ഇൻഡെക്സിലേക്ക് 2
ആർട്ടിക്കിളുകൾ സബ്മിറ്റ് ചെയ്തിട്ടിരിക്കുന്നു 3 വർഷമായിട്ട് ഡോക്ടറേറ്റ്. ഇതൊക്കെ സാധ്യമാണ് എന്ന് നമ്മളിപ്പോൾ ഏത് ലെവലിലാണെങ്കിലും നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു അമ്മയാകാൻ, നല്ലൊരു ടീച്ചറാവാൻ, നല്ലൊരു ബിസിനസ്സുകാരനാകാൻ, നല്ല ഒരു സ്റ്റുഡന്റ് ആവാൻ ഒക്കെ ഇത് നമ്മളെ സഹായിക്കും. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് NLP. ആൻഡ് നിങ്ങൾ എല്ലാവരും അതിലേക്ക് ജോയിൻ ചെയ്യണം. പരമാവധി ആളുകളിലേക്ക് ഇത് എത്തണം. ഇതിന്റെ ഇത്രയും നമ്മുടെ ചുറ്റിന് ഇതുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ജെസ്യൂട്ട് അച്ഛന്മാരാണ്. അതിൽ തന്നെ അതിന്റെ നേരിട്ട് ആ വ്യക്തിയിൽ നിന്ന് പഠിച്ച ടോബി അച്ഛനിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ഞങ്ങളത് അച്ഛന്റെ ശിഷ്യന്മാരെന്ന നിലയിൽ അച്ഛന്റെ ആഗ്രഹം എല്ലാവരിലേക്കും ഈ നന്മ എത്തണം എന്നുള്ളതാണ്. സോ ഇതിലത് ട്രെയിനേഴ്സ് ആകാൻ താല്പര്യമുള്ളവര്, മനുഷ്യരെ ഹെൽപ്പ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് കൗൺസിലിങ്ങിലൂടെ, ടീച്ചിങ്ങിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ലെവലിലും അവരെയൊക്കെ ഞാൻ സ്ട്രോങ്ലി എർജ് ടു ബി എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ നല്ല വേർഷനായിട്ട് മാറാൻ നിങ്ങൾക്ക് കുറച്ചൊന്ന് മെനക്കെടാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം പറഞ്ഞ സമയത്തിനെക്കാട്ടും 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചെറിയ കാര്യങ്ങൾ ഒക്കെ തെരേസ് ഇപ്പോൾ പറയുന്നത്. ടീമിനെ ലീഡ് ചെയ്യുന്നത് തെരേസ് ആണ്. ഞാനും ഷോണിറ്റും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ കൗൺസിലിംഗ് ഒക്കെ ഉള്ള അതിന്റെ 2 കൗൺസിലിംഗ് അതൊക്കെ തെരേസ് പറയും. ഓക്കെ, ഓവർ ടു യു തെരേസ്. താങ്ക് യു. താങ്ക് യു ജോജോച്ച. നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. NLP എന്താണെന്നും ഇത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും ജോജോച്ചൻ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാനൊന്ന് ആഡ് ചെയ്യുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പേയ്മെന്റ് വേണം എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത്. വെറുതെ കിട്ടുന്ന ഒന്നിനും നമുക്ക് വലിയ വില കാണത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ഒരു 2000 രൂപ മുടക്കി നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വില ഉണ്ടാവുക. ഞങ്ങളെല്ലാം ഇത് കോഴ്സ് പൈസ കൊടുത്ത് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ കയറാനും നോട്ട്സ് എഴുതാനും കൂടുതൽ ഡൗട്ട്സ് ചോദിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായിരുന്നു. അത് തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തിനും നമുക്കൊരു കുറച്ചും കൂടെ നമുക്ക് അതിനൊരു ബെനഫിഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു തുക നമ്മളുടെ കയ്യിൽ നിന്ന് ഒന്ന് പോകണം. അത് കൊടുത്താലേ നമുക്ക് കിട്ടും. കൊടുക്കുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ. അതൊരു ലോക തത്വമാണ്. ഓക്കെ, കോഴ്സിനെ പറ്റി സമയം കൂടുതലായി പെട്ടെന്ന് ഞാനൊന്ന് പറയാം. നമ്മൾ നാളെ തൊട്ട് തുടങ്ങാൻ പോകുന്നത് 10 ദിവസത്തെ ലെവൽ 2 റൈസ് ആണ് നാളെ തൊട്ട് തുടങ്ങാൻ പോകുന്നത്. ഞങ്ങൾ 3 പേരുമായിരിക്കും സെഷൻസ് എടുക്കുന്നത്. മാറി മാറിയായിരിക്കും സെഷൻസ് എടുക്കുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഓൺ ദ ക്ലാസ്സിലോ അല്ലെങ്കിൽ പേഴ്സണലായോ ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങൾക്ക് ഫുൾ റൈറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മൈൻഡ് മാജിക് ഞങ്ങൾ 3 പേരും നടത്തുന്ന ഓൺലൈൻ കോഴ്സ് മൈൻഡ് മാജിക്കിന്റെ നിങ്ങൾ നാളത്തെ ലെവൽ 2 അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ 3 കൂടെ നടത്തുന്ന എല്ലാ ലെവൽ 2 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതായിരിക്കും. എല്ലാ ലെവൽ 2 നടക്കുമ്പോഴും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ലിങ്കിലേക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ലെവൽ 2 പാർട്ടിസിപ്പൻസിന് ആ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യപ്പെട്ടിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കൂടെ റിഫ്രഷ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ലെവൽ 2 മാത്രം. ലെവൽ 2 നിങ്ങൾ പണം അടച്ച് കൂടുവാണെങ്കിൽ ലെവൽ 2 മാത്രം, 4 എണ്ണവും കൂടുവാണെങ്കിൽ 4 എണ്ണവും. മറ്റൊരു കാര്യം, ലെവൽ 2 അല്ലെങ്കിൽ ഓൺലൈൻ NLP കൂടുന്നവർക്ക് പാർട്ടിസിപ്പൻസിന് 2 ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഞങ്ങൾ 3 ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. 2 സെഷൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും പറയുന്ന എമൗണ്ട് ഫീസ് ആയിട്ടുണ്ടായിരിക്കും. 2 സെഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് വിളിക്കാം. സമയം നിങ്ങൾ സംസാരിക്കുന്ന ആളുമായിട്ട് തീരുമാനിച്ച് ഉറപ്പിക്കണം. ഞാൻ ഇന്ന സമയത്ത് മാത്രമാണ് ഫ്രീ, അതുകൊണ്ട് ഈ സമയത്ത് തന്നെ എനിക്ക് സെഷൻ കിട്ടണമെന്ന് വാശി പിടിക്കരുത്. എല്ലാവരും അവരവരുടെ തിരക്കുകളിലുള്ളതാണ്. അത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് മെയിൻലി മലയാളത്തിലായിരിക്കും. എങ്കിലും പ്രധാനപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇംഗ്ലീഷിലും തരും. ഏതെല്ലാം സെഷനിൽ PPT നോട്ട്സ് ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണോ അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങളോട് അതല്ല നോട്ട്സ് ഇല്ലാത്ത ഒരു സെഷൻ ആണെങ്കിൽ നിങ്ങളോട് പറയും ഇതിന് നോട്ട്സ് ഇല്ല, നിങ്ങൾ നോട്ട് ചെയ്യണം. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്നും ഞങ്ങൾ എഴുതിയെടുത്ത നോട്ട്സിൽ നിന്നുമാണ് നിങ്ങൾ സെഷൻ എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറയും. അപ്പൊ നിങ്ങൾ അത് ചെയ്യുക, അതിൽ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഷോൺ ചേട്ടൻ പറഞ്ഞു തുടങ്ങിയ ഒരു ഓഫറിന്റെ കാര്യം ഇതാണ്. നമ്മളിപ്പോൾ ലെവൽ 2 നിൽക്കുന്നത്. ലെവൽ 2 2000 rupees, ലെവൽ 3 ഫ്ലൈക്ക് 2000 rupees, ലെവൽ 4 പ്രോസ്പർ ഫോർ
2000 rupees. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഓഫർ ഇതാണ്. ഈ 3 ലെവലുകൾ ഒരുമിച്ച് കൂടുന്നവർക്ക് ടോട്ടൽ വരുമ്പോൾ 6000 ആവേണ്ടടുത്ത് ഈ 3 ലെവൽസും ഒരുമിച്ച് കൂടുന്നവർക്ക് 5500-ന് 3 കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ പറയുവാണ് ലെവൽ 2-ന് ഫീസ് അടച്ചവരാണെങ്കിലും കുഴപ്പമില്ല. ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഈ പ്രാവശ്യത്തെ ഈ ബാച്ചിലെ ലെവൽ 3, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഒരുമിച്ച് കൂടുന്നവർക്ക് 5500 rupees-ന് 3 ബാച്ച് ചെയ്ത് തീർക്കാൻ കഴിയും. അങ്ങനൊരു ഓഫർ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ഒരു തിയറി തന്ന് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന ഇന്നത്തെ ലെവലിലുള്ള ഒരു ക്ലാസ് ആയിരിക്കില്ല നാളെ തൊട്ട്. നമ്മൾ എക്സ്പീരിയൻഷ്യൽ ആയിട്ടാണ് എല്ലാ സെഷൻസും മുന്നോട്ട് പോകുന്നത്. ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. നിങ്ങൾക്ക് നോട്ട്സ് തരിക, തിയറി പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ പഠിച്ചിട്ടുള്ളതും പ്രാക്ടീസ് ചെയ്യുന്നതുമായ തിയറി നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മളത് പഠിക്കുകയുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് വേറൊരാളിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെ പഠിച്ചവരാണ്. അതുകൊണ്ടാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ലെവൽ 2-ലേക്കും 3-ലേക്കും 4-ലേക്കും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാണ്. എല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ചിലർ ചോദിക്കാറുണ്ട് ഓഫ്ലൈൻ ആണോ മെച്ചം, ഓൺലൈൻ ആണോ മെച്ചം എന്ന്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടും യൂസ്ഫുൾ ആയിരുന്നു. എങ്കിലും മറ്റുള്ളവരെ കേട്ടിട്ടുള്ള ടെസ്റ്റിമോണിൽ നിന്ന് ചിലർ പറയാറുണ്ട് ഓഫ്ലൈൻ സെഷൻ ആണ് നല്ലത്, കാരണം 4 ദിവസം 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് കിട്ടുന്നു, അത് കൂടുതൽ തെറാപ്പീസ് കിട്ടുന്നു, അത് നല്ലതാണെന്ന് പറയാറുണ്ട്. ചിലർ ഓൺലൈൻ സെഷൻസ് ആണ് വളരെ നല്ലതെന്ന് പറയാറുണ്ട്. കാരണം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനിടയ്ക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 10, 20, 30, 40 ദിവസം അവർക്ക് കണ്ടിന്യൂസ് ഗൈഡൻസ് കിട്ടുവാണ്, കണ്ടിന്യൂസ് പോസിറ്റിവിറ്റിയും ഹീലിംഗും കിട്ടുവാണ്. അതുകൊണ്ട് ഓൺലൈനാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് എന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തിൽ എനിക്ക് രണ്ടും വളരെ എഫക്റ്റീവാണ്. നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ അതിലുള്ളൂ. സോ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുവാണ്. നാളെയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കാണാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. സോ താങ്ക് യു. ജോജച്ച, ഷോൺ ചേട്ട, എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ക്ലാസ്സിന് റെക്കോർഡ് ഉണ്ടാവോ? ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയാം. ഇതൊരു തെറാപ്പികളാണ്. തെറാപ്പി തിയറി ആദ്യം തെറാപ്പി ചെയ്യും, അതിനുശേഷമായിരിക്കും തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോ മൊഡ്യൂളിന്റെ അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1 മണിക്കൂറിൽ നിർത്താനാണ് പരമാവധി ശ്രമിക്കുക. ചിലപ്പോൾ 1.25 മണിക്കൂർ വരെ പോകും. ഇപ്പോൾ ഇന്നത്തെ പോകുന്ന പോലെ ചോദ്യോത്തരമൊക്കെ ചിലപ്പോൾ നീണ്ടാലും പരമാവധി 1.25 മണിക്കൂർ കൊണ്ട് തീരും. 9:00-ക്ക് തുടങ്ങിയാൽ 8:00-ക്ക് തുടങ്ങിയാൽ 9:30, 9:45 തീരും. നിങ്ങളൊരു ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു 4 പേര് ഒക്കെ ഒരുമിച്ച് ചേരുവാണ്. അവർക്ക് 5ാമത്തെ ആൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഒരു സ്ഥലത്തു നിന്ന് ഒരുമിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 പേര് അല്ലെങ്കിൽ 3 പേരൊക്കെ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ചില കാര്യങ്ങൾ. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ് ആൻഡ് എൻക്വയറി? സർ, ഒരു ക്വസ്റ്റ്യൻ, ഇതിന്റെ റെക്കോർഡ് ഉണ്ടാവോ? നമ്മൾ ഈ പ്രാവശ്യം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്നത്തേത് വിജയിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റെക്കോർഡഡ് ക്ലാസ് തരാനായിട്ട് പരിശ്രമിക്കുന്നു. റെക്കോർഡിലേക്ക് നിൽക്കരുത്. പരമാവധി എല്ലാവരും ലൈവായിട്ട് ഇതിൽ വന്ന് തന്നെ അറ്റൻഡ് ചെയ്യണം. കാരണം ഞാനും ചില റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടിയിട്ട് ഇതുവരെ അത് കൂടിയിട്ടില്ല. നമ്മൾ പേയ്മെന്റ് നടത്തി നഷ്ടമായി പോകും. നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു തരത്തിലും അതിനെ പ്രോത്സാഹിപ്പിക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മിസ്സായാൽ അതിനുവേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നുള്ളതും കൂടി ഓർമ്മിക്കും. ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവോ? കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോറി, അത് പറയാൻ വിട്ടുപോയി. ഓരോ ലെവലിലും സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇനി എല്ലാം ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാനുള്ളവർക്ക് ഒരുമിച്ചും ആ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. പിന്നെ സാർ, ഒരു സംശയം കൂടെ, ടോബി അച്ഛന്റെ ആ ഒരു ലെവലിൽ 3-4 ലെവലിൽ ക്ലാസ് ഉണ്ടല്ലോ, ആ ലെവലിന്റെ അതേ ലെവൽ തന്നെ അല്ലേ നിങ്ങൾ നടത്തുന്ന? വ്യത്യാസം ഉണ്ടോ? സെയിം, ഓൺലൈനിൽ സെയിം. പേര് മാത്രം വ്യത്യാസം. സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മൾ തരുന്നത്. വ്യത്യാസമേ ഉള്ളൂ. ഓഫ്ലൈനിൽ ഓഫ്ലൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസുകളിൽ ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ എക്സസൈസുകളും നമ്മൾ ഈ 4 ലെവലിലായിട്ട് കൊടുക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഏതാണ്? ആത്മമിത്രന്റെ ആണോ കൊടുക്കുന്നത്? ആത്മമിത്രയുടെ സർട്ടിഫിക്കറ്റ് ആണ്.
അപ്പൊ ടോബി അച്ഛൻ്റെ അടുത്ത് പോയി ചെയ്ത പോലെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും. എക്സാക്ട്ലി. ഓൺലൈൻ ആയിരിക്കും എന്ന് മാത്രം. അല്ല, അത് അത് ഒരു ഓൺലൈൻ ക്ലാരിറ്റി എന്ന് വരുത്താം. കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ടോബി അച്ഛൻ ഓൺലൈൻ ടോബി അച്ഛന്റെ വർക്ക്ഷോപ്പ് സൈൻ ഇതുതന്നെ ചെയ്യുന്നുണ്ട്. ടോബി അച്ഛൻ ചെയ്യുന്ന ഓൺലൈൻ വർക്ക്ഷോപ്പിൽ അതേ മോഡ്യൂൾസ് തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോബി അച്ഛൻ തന്നെയാണ് സൈൻ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ്, കോഴ്സ് ഡയറക്ടർ. ഞാൻ ടോബി അച്ഛന്റെ ട്രെയിനറാണ്. അതെ, രാസമയം എനിക്കറിയാം. ഓക്കെ. ആ ഒരു റിപ്പീറ്റഡ് സെഷൻസ്, താങ്ക് യു അശ്വത. ആ ഒരു റിപ്പീറ്റഡ് സെഷൻസ് കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. അതാണ് പറഞ്ഞത്. അടുത്ത ലെവൽ 2 നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് അതിൽ കൂടാം. 10 ദിവസവും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തിരിക്കും. നമ്മൾ ഈ ലെവല് റൈസിലെ പിന്നെ ഹീലിംഗ് ആണോ കൂടുതൽ ഫോക്കസ്, അല്ലെങ്കിൽ നമ്മളെ ഗ്രോത്ത് ആണോ ഫോക്കസ് ചെയ്യുന്നത്? രണ്ടും ഉണ്ടാവും. എല്ലാ ലെവലും ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്കുന്ന് കയറുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ലെവലിലും ഹീലിംഗും ഉണ്ട്, ബൂസ്റ്റിങ്ങും ഉണ്ട്. നമ്മൾ എത്ര ഹീൽ ചെയ്താലും കുറച്ചൊക്കെ ബാക്കിയുണ്ടാവും. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് വീണ്ടും വീണ്ടും ഹീലിംഗ് തരുന്നത്. അതുപോലെ ബൂസ്റ്റിങ്ങും ഉണ്ടാവും, പേഴ്സണൽ ഡെവലപ്മെന്റും ഉണ്ടാവും. നോട്ട്സ് ഉണ്ടാവുക? നോട്ട്സ് ഞങ്ങളുടെയിലുള്ള എല്ലാ നോട്ട്സും ഷെയർ ചെയ്യും. നോട്ട്സ് ഇല്ലാത്ത ഏതെങ്കിലും സെഷൻസ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് 1-2 സെഷൻസ് ഇതിലുള്ളൂ. അത് നിങ്ങളോട് പറയും, നോട്ട്സ് എടുക്കാനായിട്ട് പറയും. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഞങ്ങൾ പറയുന്ന സെഷൻസിൽ നോട്ട്സ് തരാനുണ്ടാവില്ല. നിങ്ങളോട് പറയും ഇതിൽ നോട്ട്സ് ഉണ്ടാവില്ല, നിങ്ങൾ നോട്ട്സ് എടുക്കാൻ പറയും. ബാക്കി കയ്യിലുള്ളതെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യും. ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും സംശയം? കുറച്ചു പേര് കൈ ഉയർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനാണെങ്കിൽ ചോദിക്കും. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുകയോ നേരിട്ട് ചോദിക്കുകയോ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഒരു ഫാമിലി ആയിട്ടായിരിക്കും ടീം പോവുക. ഇപ്പോൾ ഒത്തിരി പേര് പരിചയപ്പെട്ട് നമ്മൾ ഒരു കുടുംബം പോലെ വളരെ നല്ല ഒരു യൂണിറ്റി നമ്മൾ ഓൺലൈനാന്നുള്ളതിൻ്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അനുഭവിച്ചതാണ്. അത് റിയലി ഒത്തിരി പേര് അതിൽ നിന്ന് പ്രത്യേകിച്ച് കൗൺസിലിങ്ങിലൂടെയും ഒക്കെ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളോടും പറയുകയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാണ് ഇതൊരു ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നാളെ മുതൽ എല്ലാം ബിഗിനിങ് ആണ്. എനി ക്വസ്റ്റ്യൻ? ക്ലാസ് എപ്പോഴും സാർ രാത്രിയാണോ? 8 to 9 ആണോ? 8:30 to 9:30. 8:30 p.m. ഓക്കെ, സെയിം ഇതേ ടൈമിംഗ്. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ നമ്പർ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ട്. ഗ്രൂപ്പ് അഡ്മിൻസ് അല്ലേ നിങ്ങള്? അതെ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് നമ്പർ അല്ലേ? അതെ 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 അതെ. ഓക്കെ ഓക്കെ, നമുക്ക് നമ്പർ ഒരിക്കൽ കൂടെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. എനി അതർ ക്വസ്റ്റ്യൻ? എന്തെങ്കിലും വേറെ ചോദ്യങ്ങളുണ്ടോ? അച്ഛാ കാണാവോ? ഒന്നില്ല ഇതുവരെ. കാണാം, വന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? ഇത്തിരി ഫീബിൾ ആണോ, എന്നാലും ഉറപ്പ് പറയാവോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാമോ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? ക്ലിയർ ആവുന്നില്ലല്ലോ, ഓഡിയോ ക്ലിയർ ആവുന്നില്ല. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ മെസ്സേജ് അയച്ചാലും മതി. നമ്പർ കിട്ടിയോ? വേറെ എല്ലാവരും എല്ലാവരും
നോക്കിയവരൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഏഞ്ചൽ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം വന്നതിൽ. നാളെ എല്ലാവരെയും കാണാമെന്ന് കരുതുന്നു. സോ പേയ്മെന്റ് അടയ്ക്കുന്നവരെ എല്ലാവരെയും സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക. നിങ്ങളെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അച്ഛാ, ഒരു കാര്യം എക്സ്പ്ലനേഷൻ മനസ്സിലായില്ല, റിപ്പീറ്റഡ് ക്ലാസ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞത് ഇതാണ്: നിങ്ങൾ പേയ്മെന്റ് അടച്ച് ലെവൽ 2വിന്റെ ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 3 പേരും നടത്തുന്ന എല്ലാ ലെവൽ 2വിന്റെയും ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യും. അതായത് ബാച്ച് 2വിലെ ലെവൽ 2വിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾ ലെവൽ 2വിന്റെ പേയ്മെന്റ് അടച്ചാണ് പങ്കെടുക്കുന്നതെങ്കിൽ ലെവൽ 2 ഇനി എത്ര ബാച്ച് ഞങ്ങൾ മുന്നോട്ട് ചെയ്താലും അതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. മറ്റെന്തെങ്കിലും സംശയങ്ങൾ? താങ്ക് യു സോ മച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് യാത്ര പറയാം. ബാങ്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് ഞങ്ങളുടെ നമ്പറിലേക്ക് ജിപേ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റർ ഷെയർ ചെയ്യാം. അതിൻ്റെ അകത്ത് QR കോഡും ഉണ്ട്, നമ്പറും ഉണ്ട്. ഏത് വേണമെങ്കിലും ചെയ്യാം. ഒരിക്കൽ കൂടി ഗ്രൂപ്പിൽ പോസ്റ്റർ ഇടാം. അപ്പോൾ നാളെ എല്ലാവരെയും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ ആൻഡ് ഗുഡ് നൈറ്റ്. Thank you. Good night. Thank you everyone. Thank you. Good night. God bless you. Thank you, Sindhu. Thank you. Thank you, Mini. Yes. Thank you, Adila. Good night. Thank you, Jans Chechi. Thank you, Mini Rochi. Thank you, Chicho. എല്ലാവരും ലെഫ്റ്റ് ആകണേ പ്ലീസ്. കാരണം ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. പോസ്റ്റ് വേറെ ആളാണ്, ആള് വേറൊരു ഇതിലാണ്. അതുകൊണ്ട് എല്ലാവരും TV ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കും. താങ്ക് യു. Thank you. 7 more. Thank you, Nish. Thank you. Stella Thomas, Molly Raju. Manojeta, leave yavo. Thank you, Molly Chechi. Thank you, Stella. Thank you. Molly Chechi, leave yavo. Hello. എല്ലാരും കഴിഞ്ഞല്ലേ?